بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين الدليل الثالث മൂന്നാമത്തെ ദലീൽ എന്തിൻ്റെ മറ്റുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ലാത്ത അപാരമായ ഇൽമ് കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതാണ് വമിനൽ അദില്ലത്തി അലാ കസറത്തി ഉലൂമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിൻ്റെ വർധനവിൻ്റെ മേൽ അറിയിക്കുന്ന തെളിവാണ്. എന്താണ്? ഇദ്ഹാറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മുഗയ്യബാത്ത്, മറഞ്ഞു കിടക്കുന്ന ഗൈബായ കാര്യങ്ങളെ മേലിൽ അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇദ്ഹാറുഹുവിൻ്റെ തമ്മിലുള്ള മഫ്ഊൽ തമീറാണ്, അല്ലെങ്കിൽ അങ്ങനെ ആക്കാം, ഫായിലും ആക്കാം. എന്തുകൊണ്ട്? മുഗയ്യബാത്തിൻ്റെ മേൽ തങ്ങളെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, മറ്റേ തങ്ങളെ അറിയിച്ചു കൊടുത്തു. അതാ മുനബ്ബഅ് മുനബ്ബി എന്ന് പറഞ്ഞു. അതാ ഫമിൻ ഉലൂമിഹി സല്ലല്ലാഹു. അപ്പോൾ ഇപ്പുറം മഫ്ഊലിലേക്ക് ആക്കുന്നത് എന്തുകൊണ്ട്? ഇദ്ഹാറുല്ലാഹി തആല ലഹു എന്ന് ഇപ്പുറം പറയുന്നത്. അപ്പോൾ ഫായിലിലേക്ക് ലാഫത്താക്കില്ലേ? അപ്പോൾ ഫമിൻ ഉലൂമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഹാറുല്ലാഹി തആല ലഹു അലാ കസീരിൻ മിനൽ മുഅജ്ജബാത്ത്, ഗൈബിയായ കാര്യങ്ങൾ ധാരാളം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ആർക്ക്? തങ്ങൾക്ക്. അതാ ശത്രുക്കൾ ദുർവിനിയോഗം ചെയ്യുന്ന ആയത്തായിട്ട് തങ്ങളുടെ ഉമ്മത്താന്ന് പറഞ്ഞുള്ള അവകാശപ്പെടുന്ന ശത്രുക്കൾ പോലും എന്താക്കുന്നുണ്ട് ഈ ആയത്തോടും ഇന്ന് കള്ള വ്യാഖ്യാനം ചെയ്യും. നോക്കിയേ, ഖാലല്ലാഹു തആല ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. നെക്സ്റ്റ് മാത്രം അർത്ഥം വെച്ച് കേട്ടുന്നു. ആലിമുൽ ഗൈബ് ആരുടെ സിഫത്താണ്? അല്ലാഹു തആലയുടെ സിഫത്താണ്. ഗൈബിനെ അറിയുന്നവനാണ് അല്ലാഹു തആല. അൽ ഗൈബ് ഏതാന്ന്? അൽഫിലാമ് ഇസ്തിഗ്റാഖ്. അതായത് ഗൈബ് എന്ന് പറയപ്പെടുന്ന എല്ലാം അല്ലാഹു തആല അറിയുന്നേ. ചില കക്ഷി ഉണ്ടാവും അള്ളാഹ്ക്ക് ഇൽമില്ലാന്ന്, അതായത് വരാൻ പോകുന്ന സംഗതിയെ പറ്റി അറിയില്ല പോലും. സയ്യിദിനൊരു കുട്ടിയുണ്ടായി, ആണാന്ന്. അതൊരു ആണാന്ന് അള്ളാഹ്ക്ക് തിരിയില്ല. എടാ എൻ്റെ കുട്ടി എന്താന്ന്? ആണ്. അതന്നെയാ ഇപ്പം തിരിഞ്ഞ ആണാന്ന്. അത് സംഭവിച്ചതിന് ശേഷം തിരിയുന്നാന്ന്. എന്തെല്ലാം കെട്ടിയുണ്ടാക്കലാണിതല്ലോ. ആലിമുൽ ഗൈബ്, എല്ലാ ഗൈബും അല്ലാഹു തആല വരുന്നവനാണ്. ഷമ്മാസയുടെ പേരാണ്. അപ്പം ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി, ഹീന്റെ സമയത്തേക്ക് അല്ലാഹിന്റെ. അപ്പം അള്ളാഹുവിനെ കൊണ്ട് നിസ്ബ ചെയ്യപ്പെട്ട ഗൈബ്, അതാ ഗൈബിഹി, അതിൻ്റെ മേലെ വെളിപ്പെടുത്തൂല അഹദനാര്. അപ്പം ഗൈബ് ഇങ്ങോട്ട് ഒളിപ്പിച്ചു വെക്കുന്നു അല്ലേ? ആ ലാ യുദ്ഹിറുവിൽ നിന്ന് ഇഷ്ടത്തിന് എന്താ ചെയ്യുന്നത്? ഇല്ലാ മൻ ഇർത്തള, അല്ലാഹു തആല പൊരുത്തപ്പെട്ട ആള് ഒഴികെ. ആ പൊരുത്തപ്പെട്ട മന്ന ആരാണ്? റസൂല്. ഒരു റസൂലിനാണ്. ആ റസൂല് ബശരിയായ റസൂലാണോ മലക്കിയായ റസൂലാണോ? രണ്ട് തഫ്സീലുണ്ട്. ആ റസൂല് മലക്കിയായ റസൂലിന്റെ ജിബ്രീലിനെ പോലെ, ബശരിയായ റസൂലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലത്തെ അമ്പിയാക്കൾ. അത് പൊരുത്തപ്പെട്ട് അങ്ങനെ ഗൈബ് അറിയിച്ചു കൊടുക്കുമ്പോൾ എന്താക്കും? ഫൈനു യസ്ലുക്കും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. ഇത് ശൈത്താന്മാർ കട്ടുവെക്കാതിരിക്കാൻ വേണ്ടി എന്താക്കും? കാവൽക്കാർ അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ശൈത്താന്മാർ ചോർത്തിക്കളയും. ഇത് കൊടുക്കുന്ന സാക്കത്തിൽ പെച്ചെടുക്കുന്നല്ല പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് നെസ്സുകൊണ്ട് എന്താ കിട്ടുന്നത്? റസൂലിനാൽ ബശരിയായ റസൂലാവട്ടെ മലക്കിയായ റസൂലാവട്ടെ അല്ലാഹു തആല പൊരുത്തപ്പെട്ടവർക്ക് ഒയ്യൻ നന്മ കിട്ടുമെന്ന് ഇപ്പം വന്നത്. ഇതെന്താക്കും? ഇല്ലാ മനത്തെ നടക്കും കട്ടുവെച്ചിട്ട് ആരെയും ഗൈബിന്റെ മേൽ അറിയിച്ചു കൊടുക്കൂലോട്ടോ. നിങ്ങളെ ഭാഗത്ത് അവതരിപ്പിക്കണമെങ്കിൽ പല നടപ്പറ നിർത്തണ്ടേ? അതിന്റെ ബാക്കിയൊന്നും ഓതാൻ പറഞ്ഞാൽ കിട്ടൂലല്ലോ.
ഇനി മറ്റൊരായത്ത്. അപ്പൊ ഈ ആയത്തുകൊണ്ട് എന്താക്കി, തങ്ങൾക്കെന്ന് മാത്രമല്ല റസൂലായി നിയമിക്കപ്പെട്ട ബശറാവട്ടെ മലക്കാവട്ടെ അള്ളാഹു തആല എന്താ അറിയിച്ചു കൊടുക്കാൻ കണക്കാക്കപ്പെട്ട ഗൈബിന്റെ മേൽ ഇത്ലാഹ് ചെയ്യൂന്ന് ഇപ്പം വന്നത്. വഖാല തആല വഇദ് അസറ നബിയ്യു ഇലാ ബഅദി അസ്വാദിഹി ഹദീസ മഗറ ഫലമ്മാ നബ്ബഅത് ബിഹി. ആ ബഅദുൽ അസ്വാദിനോട് തങ്ങൾ രഹസ്യമാക്കിയ കാര്യമുണ്ടല്ലോ, അത് വെളിപ്പെടുത്തി. വഅദ്ഹറഹുല്ലാഹു അലൈഹി, തങ്ങളെന്താക്കി അല്ലാഹു തആല അതുമലി നാറാക്കി കൊടുത്തു. അറഫ ബഅദഹു വഅറദ അൻ ബഅദി ഫലമ്മാ നബ്ബഅഹാ ബിഹി. ആ ബഅദുൽ അസ്വാജിനോട് തമ്പി അറിയിച്ചു കൊടുത്തപ്പോൾ കാലത്ത്, ആ ഭാര്യ അത്ഭുതപ്പെടുന്നു, മൻ നബ്ബഅക, ഇതെന്നെ തങ്ങൾ അറിഞ്ഞിരുന്നു. ഖാല നബ്ബഅനി അൽ അലീമുൽ ഖബീർ, അലീമുൽ ഖബീറായ അല്ലാഹു എനിക്ക് അറിയിച്ചെന്ന് തങ്ങൾ മറുപടിയും പറയുന്നു. അപ്പൊ വത്തിലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മുഗയ്യബാതി, ഗൈബിയായ കാര്യങ്ങളെ മേലെ തങ്ങൾ വെളിപ്പെടുക എന്നുള്ളത് ഹുവ അലാ വുജൂഹിൻ മുതഅദ്ദിദ, പല കോലത്തിലുണ്ട്. ഒന്ന് വരാൻ പോകുന്നു പറഞ്ഞു, തൊട്ട് കഴിഞ്ഞ കാലം പറഞ്ഞു, മനസ്സിൽ വെച്ചത് പറഞ്ഞു. അത് അന്നറുക്കുറു അത്വാഫം മിന്ന, അതിൽപ്പെട്ട കുറച്ച് കാര്യം പറയാൻ, എല്ലാം പറയാൻ തീരൂല, ആയിരക്കണക്കിനുണ്ട്. ഇത് കുറച്ച് സ്പീഡാക്കറ. അൽ വജ്ഹുൽ അവ്വലു ഇത്ലാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബദ്ഇൽ ഖൽഖി, സൃഷ്ടിപ്പിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ. അപ്പം മതിയായ കാര്യങ്ങളുമാണല്ലോ തങ്ങൾ ഇത്ലാഅ് ചെയ്തു. ഹത്താ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്നത, സ്വർഗത്തിൻ്റെ അവകാശികൾ സ്വർഗത്തിലേക്കും കയറി. വഅഹ്ലുൻ നാരിൻ നാറ, നരകത്തിൻ്റെ അവകാശികൾ നരകത്തിലേക്കും കയറുന്നത് വരെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾക്ക് കിട്ടി. കമാ ദല്ല അലൈഹി മാ റവാഹുൽ ബുഖാരി, ബുഖാരി അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഖാല ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് മഖാമൻ, ഒരു മിമ്പറിൽ നിൽക്കുന്നു. ഫഅഖ്ബറന, തങ്ങൾ വിവരം പറഞ്ഞു തന്നു. അൻ ബദ്ഇൽ ഖൽഖി, തുടക്കം മുതൽ ഹത്താ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്നത വഅഹ്ലുൻ നാരിൻ നാറ, അപ്പം തീരോളം. പക്ഷേ എല്ലാവർക്കും അത് മനപ്പാടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരുപാടുണ്ടല്ലോ. ഹഫിളഹു മൻ ഹഫിളഹു, അത് ഹൃദ്യസ്ഥമാക്കിയവൻ പഠിച്ചു വെച്ച്, വനസിയഹു മനസിയോ മറന്നു. കാരണം റിക്കാർഡിക്കലാക്കാൻ അന്ന് വലിയ എഴുത്തും റിക്കാർഡിൻ്റെ ആലത്തൊന്നും ഇല്ലല്ലോ. വഫി സഹീഹൈനി അൻ ഹുദൈഫത റളിയല്ലാഹു അൻഹു ഖാല ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീനാ മഖാമൻ, എന്നിട്ടോ മാ തറക ഫീഹി ഷൈഅൻ ഇലാ ഖിയാമിസ് സാഅ. അതെന്തിൻ്റെ അർത്ഥമായി? ഹത്താ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമായി ഖിയാമുസ് സാഅത്ത് വരെ ഒന്നും ഒഴിവാക്കിയില്ല. ദക്കറഹു, അത് പറഞ്ഞിട്ടല്ലാതെ. അമ്മ അതിനൊന്നാ അലിമഹു മൻ അലിമ എന്ന് പറഞ്ഞാൽ ഹഫിളഹു മൻ ഹഫിളഹു, വജഹിലഹു മൻ ജഹില എന്ന് പറഞ്ഞാൽ നസിയഹു മൻ നസിയ. ഖാല ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു, ഹദീസിന്റെ റാവി, വഖദ് കുന്തു അറ ശൈഅ, ഞാൻ ചില കാര്യങ്ങൾ കാണും. കന്തു കുന്തു നസീതുഹു, അത് പാട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു. അത് ഭാവിയിൽ പുലരുമ്പോൾ അന്ന് തങ്ങൾ പറഞ്ഞതാണ് അപ്പം വ്യക്തമാവും. ചിലപ്പോൾ എല്ലാം ഓർമ്മിച്ച് പറയാനില്ലെങ്കിൽ അതാ പറയുന്നത്. എങ്ങനെ അറിയും? ഫാരിഫു കമാ യാലിഫു റജുലു റജുല, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ അറിയും പോലെ. എപ്പോഴും ഇതാ കാബ, അയാളെന്താക്കി വിദേശത്തേക്കോ പോയി, തിരിച്ചു വരുമ്പോൾ ആ നമ്മൾ ചെയ്തല്ലേ ഇത്. അപ്പം അതുവരെ ഉണ്ടാവില്ല, മനസ്സ് ഖാലിദിഹിനായിരിക്കും, കാണുമ്പോൾ ഓർമ്മ വരും. അത് മനസ്സിൻ്റെ അല്ലെങ്കിൽ എപ്പോൾ ഇങ്ങനെ ആദരായി പോയാൽ വേറെ പണി നടക്കൂലല്ല. അപ്പം ഫറആഹു, ആ ഗായിബായ മനുഷ്യനെ കാണുമ്പോൾ ഫഅറഫഹു, തിരിഞ്ഞ പോലെ. അപ്പം ഇന്ന കാലത്ത് തങ്ങൾ പറഞ്ഞ വാക്കാണ് ഇപ്പം പുലർന്നത് എന്ന് എന്താക്കും, മനസ്സിലാക്കാൻ കഴിയും. അതാ ഒന്ന്. കമാ അഖ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ഹുവ കായിനുൻ ബഅദഹു ഇലാ യൗമിൽ ഖിയാമ, തങ്ങൾക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അറിയിച്ചു. ഫഫീ സഹീഹി മുസ്ലിമിൻ അൻ അംർ ബിൻ അഖ്തബൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാല സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമനിൽ ഫജ്റ,
ഫജ്ർ നമസ്കരിച്ചു. വസഈദൽ മിമ്പർ മക്കാദി ഫഖതബന അങ്ങനെ ഖുതുബോദൻ ഹത്താ ഹളറത്തിൽ ളുഹർ വരുന്നത് 1 മണിക്കൂറായില്ലേ. ഫനസല എന്ന് ഇറങ്ങി ഫസല്ല ളുഹർ നിസ്കരിച്ച് സുമ്മ സഈദൽ മിമ്പർ ഫഖതബന ഹത്താ ഹളറത്തിൽ അസ്ർ വരെ എത്തി. ഫനസല ഫസല്ല സുമ്മ സഈദ മിമ്പറ ഫഖതബന ഹത്താ ഗറബത്തി ശംസു. അപ്പം എന്തായി? പകല് മുഴുവനുമായി. فأخبرنا بما هو كائن إلى يوم القيامة. കാമനാൾ വരെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ട് فأعلمنا أحفظنا. ആ പറഞ്ഞ കാര്യങ്ങളെ ഏറ്റവും മനഃപ്പാടമാക്കിയാണ് നമ്മളെ കൂടെ വലിയ എളിമുള്ള ആളായിരിക്കും. എല്ലാവർക്കും അത്ര കപ്പാസിറ്റി കിട്ടൂല. അതാണ് ഇത് അലിമഹു മൻ അലിമ ജഹിലഹു മൻ ജഹില. ചിലതോ സംഭവം പുലരുമ്പം പറയും മുമ്പ് പറഞ്ഞ കാര്യം. ഫമാ തറക അംറൻ യകൂനു ഇലാ യൗമിൽ ഖിയാമത്ത് വരെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യവും ഒഴിവാക്കിയില്ല ഇല്ലാ ഖബറ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടല്ലാതെ. വറവാ അബൂ ദാവൂദ അൻ ഹുലൈഫത തങ്ങൾ തന്നെ ഖാല വല്ലാഹി മാ അദ്രി അനസിയ അസ്ഹാബി അം തനാസൗ. എൻ്റെ അസ്ഹാബിമാർ എന്ന് പറഞ്ഞാൽ കൂടെയുള്ള തങ്ങളുടെ കൂട്ടുകാർ മറന്നുപോയതാണോ അല്ല മറന്നെന്ന് തോന്നിപ്പോയതാണോ? ഒന്നുകിൽ മറന്ന് അല്ലെങ്കിൽ മറന്നതായി തോന്നിച്ചാൽ ഇപ്പം സംഭവം വരുമ്പോൾ തനാസം എന്ന് പറഞ്ഞാൽ വല്ലാഹി മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴിവാക്കിയില്ല മിൻ ഖായിദി ഫിത്നത്തിൻ, ഒരു ഫിത്നക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ, ഇലാ അൻ തൻഖളിയ ദുന്യാവ് കഴിയുന്നത് വരെയും ഫിത്നക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ ആരാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. യബ്ലുഗു മൻ മഅഹു 300. ആ ഒരാളെ കൂട്ടത്തിൽ 300 ആൾ അനുയായികൾ ഉണ്ടാവും. ഫസായദിൻ അതിനേക്കാണ് കൂടുതലും. എന്നാൽ ഇല്ലാ സമ്മാഹു ലനാ ബിസ്മിഹി വസ്മി അബിഹി വസ്മി കബീലത്തി. അവൻ്റെ പേരും ഉപ്പാൻ്റെ പേരും കബീലൻ്റെ പേരും പറഞ്ഞു തരും. ഓരോ പ്രസ്ഥാനത്തിനും ഫിത്നയല്ലേ. അപ്പോൾ ഏത് പുത്തൻ പ്രസ്ഥാനത്തിന് നേതാക്കളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സിലില്ല എന്തേ? كما أنه صلى الله عليه وسلم أخبر عن جميع أشراط الساعة. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ മുഴുവനും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ സുഗറ ഉണ്ട്, ബുസ്ത ഉണ്ട്, കുബറ ഉണ്ട്. ചെറിയ ചെറിയ അലാമത്ത്, കുറച്ചും കൂടെ വലുത്, ഇനി ലാസ്റ്റ് 10 ലതയിൽ അതും. വഅഖ്ബറ അൻ അഹ്വാലിൽ ആഖിറത്തി. ആഖിറത്തിൻ്റെ അഹ്വാലുകളെ കുറിച്ച് പറഞ്ഞു. അത് പൂർണ്ണമായും ഗൈബായിരിക്കുമല്ലോ. ബറാസിഖിഹ, അതിൻ്റെ ബർസഖ് എന്ന് പറഞ്ഞാൽ ഇടയിലുള്ള സംഗതിക്കാ പറയുന്നത്. 2 സാധനത്തിൻ്റെ ഇടയിൽ ബർസഖ് എന്ന് പറയും. ഇപ്പം ഖബറിന് ബർസഖ് എന്ന് തന്നെ പറയുന്നു. ദുന്യാവിൻ്റെ ആഖിറം വന്ന് പരലോകത്തിൻ്റെ തുടക്കത്തിൽ ഇടയ്ക്ക് ഒരു വാസിത്താണ്. അതെ, ഇപ്പം എല്ലാം പറഞ്ഞതല്ലേ പറഞ്ഞത്. മാത്രം മീൻ കായത് എന്ന് പറയുമ്പം മാ നഫി, അതിനുശേഷം മിന്ന് കൊടുത്താൽ എന്താവും? മോമിൻ നഫി വരുമല്ലോ. ഒമാമിൻ ദാബത്തിൻ. അതുപോലെ അഹ്വാലുൽ ജന്നത്ത് പറഞ്ഞു, അഹ്വാലുൻ അഹ്ലിന്നാർ പറഞ്ഞ് തഫാസീൽ ഉമൂരിഹിം കുല്ലഹ, അവരെ മുഴുവൻ തഫ്സീലുകളും പറഞ്ഞു. അതെവിടെ നിന്ന് കിട്ടുന്ന കമ്മഹു മുബയ്യനും ഫീ കുതുബി സുന്ന, ഹദീസിൻ്റെ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം. وفي هذا دليل على سعة العلوم التي أفاضها الله تعالى عليه صلى الله عليه وسلم. നമ്മുടെ മൗലിദ് എന്നാണ് ഇതന്നെ മൗലിദായി. മറ്റേത് തിരിയാത്ത മൗലിദ് തോന്നും, ഇത് തിരിഞ്ഞും കൊണ്ടുള്ള മൗലിദായി. ഇനി അൽ വജ്ഹുസ്താനി, മുഅയ്യബാത്തിൻ്റെ രണ്ടാമത്തെ വജ്ഹ്, ഇത്ലാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ അവാലിം. ലോകം, ഈ കാണുന്ന ലോകമല്ല, ആലമിൻ്റെ അവാലി. കമാ സഹ ഫി അഹാദീസിൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ ഹദീസിലുണ്ട് മിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിജ ബിഹി ലസ്സമാവാതി സബഇ വദഖലഹാ. 7 ആകാശങ്ങളുടെ മേലും തങ്ങളെ മിഅ്റാജിനെ കൊണ്ടുപോയിട്ട് അതിൽ പ്രവേശിക്കുകയും വാഹിദത്തം വാഹിദ, ഓരോന്നിനും വറഅ ഫിഹാ മാ റഅ, അതിലുള്ള അജായിബുകൾ കണ്ടു.
വജ്തമഅ മഅ റുസുലി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുകൂടി ഒരുമിച്ചുകൂടി തങ്ങൾ ഇമാമായി നമസ്കരിച്ചു. ഇനി ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്കാ പോകുന്നു. സുമ്മ ഉരിജ ബിഹി ഇലാ സിദ്റത്തിൽ മുൻതഹയിലേക്ക് എത്തി. വറഅ ആയാതിഹ വഅജായിബഹ, അവിടെയുള്ള ആയാത്തും അജായിബും കണ്ടു. വത്തജല്ലിയാത്തിൽ മുതബാരിദത്തി അലൈഹ, അവിടെ അള്ളാഹിൻ്റെ വക്കലിൽ നിന്നുണ്ടാകുന്ന തജല്ലിയാത്തുകളും കണ്ട്. ചിലപ്പം മലായിക്കത്തിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലത്താണ് പിരിയാന്ന് പറഞ്ഞ് കിടക്കുന്നു. സുമ്മയില മുസ്തവൻ, മുസ്തഫ എന്ന് പറഞ്ഞാലോ സമിഅ ഫീഹി സരീഫൽ അഖ്ലാം, കലമുകൾ എഴുതുന്നതിൻ്റെ കലമും കടലാസും കൂടെ കൂട്ടിമുട്ടുമ്പോൾ അതിൻ്റെതായ ഒരൊച്ച ഉണ്ടാവില്ല, ഒരു ഒരസലി, അതുപോലെ തങ്ങൾ കേട്ടു. ഇലാ മാ ഹുനാലിക മിനൽ അവാലിമിൽ ഉൽബിയ്യ, അങ്ങനെ ഉൽബിയ്യായ അവാലിമ് അങ്ങനെ ധാരാളമുണ്ട്. അപ്പം മുപ്പത്ത ഓരോ സംഭവങ്ങൾ കമ്മിട്ടിട്ട് പറയുന്നു. കമാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ലഅഹു അല്ലാഹു തആല അലാ ആലമിൽ അർശ്, അർശാകുന്ന ആലമിൻ്റെ മേൽ അറിയിച്ചു. അതെന്നാ നീക്ക് തെളിവ്? ബി ദലീലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യന സഅതൽ അർശ്, അർശിൻ്റെ വലിപ്പത്തിനെ കുറിച്ച് പറഞ്ഞു. വഅന്നഹു ഔസഉൽ അവാലിം, ആലമിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വിശാലമായത് വലിപ്പം കൂടിയതാണ് അർശം. فعن أبي ذر رضي الله عنه أنه سأل النبي صلى الله عليه وسلم തങ്ങൾ ചോദിച്ചു അനിൽ കുർസി, കുർസി എന്താണെന്ന്. فقال رسول الله صلى الله عليه وسلم പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി, സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് മസ്സമാവാതു സബ്ഉ വൽ അർളൂന സബ്ഉ, 7 ആകാശങ്ങളും 7 ഭൂമികളും ഇന്ദൽ കുർസി, കുർസിയിലേക്ക് ചേർത്ത് നോക്കിയാൽ അതിൻ്റെ വലിപ്പം ഇല്ലാ കഹൽക്കത്തിൻ മുൽക്കാത്തിൻ ഫി അർദിൻ ഫലാത്തിൻ, വിശാലമായൊരു മൈതാനിയിലെ ഒരു മോതിരം ഒരു വട്ടം വെച്ചാൽ എന്താ ഉണ്ടായി. അപ്പോൾ ഈ വിശാലമായ ഇതാണ് കുർസീൻ്റെ വലിപ്പം. ആലം മുഴുവൻ എടുത്തു വെച്ചാൽ ഒന്നുമില്ല, 7 ആകാശം 7 ഭൂമി. അപ്പം ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോയിട്ട് അള്ളാൻ്റെ അളമത്ത് എന്തായിരിക്കും? ഇനിയോ ഈ അർശ്, ഇപ്പം കുർസി വലുതല്ലോ, ഈ കുർസീൻ്റെ അവസ്ഥ പറയാമോ? ഇന്ന ഫളിലൽ അർശി അലൽ കുർസി, കുർസീനെ അപേക്ഷിച്ച് അർശിൻ്റെ വലിപ്പേതാക്ക ഫളിലിൽ ഫലാത്തി, ആ ഒഴിഞ്ഞ മൈതാനിയില്ലേ അതിൻ്റെ പൊതില് പോലെയാണ് അലാ തിൽക്കൽ ഹൽക്കത്തിനടുക്ക് വെച്ച് ഹൽക്കിനാക്കണം. അപ്പം 7 ആകാശവും 7 ഭൂമിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് വെച്ചാൽ കുർസിയിലേക്ക് നോക്കിയാൽ ഒരു ഫലാത്ത് വരും. ഇനി ആ കുർസി എടുത്തിട്ട് അർശിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അർശിൻ്റെ വിശാലം നോക്കിയട്ടെ. അല്ല റബ്ബുൽ അർശിൽ അലീം, അതിൻ്റെ അളമത്തുണ്ടല്ലേ പറഞ്ഞത്. കമാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തകല്ലമ അനിൽ അർശ്, അർശിനെ കുറിച്ച് സംസാരിച്ചു. വന്നലഹു കനാദീൽ, അതിന് കുറേ വിളക്ക് തൂങ്ങുന്ന കെന്തീലി. അതുപോലെ വഹിയൽ അവാലിമുൽ അർശിയ എന്ന് പറയും, അർശുമായി ബന്ധപ്പെട്ട അവാലിം. വാന്നലഹുൽ ദിലാൽ, അതിന് നിഴലുണ്ടാകും. വാന്നലഹുൽ ഖവായിം, അതിന് തൂണുകളുണ്ട്. വാന്നലഹുൽ ഖുനൂസ്, ഒരുപാട് കൻസുകളുണ്ട് അതിന്. കമാഫി സഹീഹൈനി ഫഇദാ മൂസ അലൈഹിസ്സലാം ആഖിറുൻ ബിഖായിമത്തിൻ മിൻ ഖവായിമിൽ അർശ്, അർശിൻ്റെ തൂണുകളിൽപ്പെട്ട ഒരു തൂണുമായി പിടിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനെയും കാണുന്നു. ഇനി അർശിനെ വഹിക്കുന്ന മലായിക്കത്തുണ്ട്. വതഹദ്ദസ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹമലത്തിൽ അർശിനെ കുറിച്ച് സംസാരിച്ചു. വഅൻ ഖുവ്വത്തി ഹമലത്തിൽ അർശി, അപ്പോൾ അർശിനെ ചുമക്കുന്ന മലായിക്കത്തിൻ്റെ ഖുവ്വത്ത് എത്രയായിരിക്കും? ഇത് മേശയോ കസേല പൊന്തിക്കലല്ല. ഇളമഹുന്ന, അവരുടെ അളമത്ത് എത്രയാണ്? കമാ വറദ ഫിൽ മുസ്നദി അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അന മുഹമ്മദുൻ നബിയ്യുൽ ഉമ്മിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഉമ്മിയായ നബിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. കള്ളന്മാരർത്ഥണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ മുത്തറിയാന്ന് തോന്നുന്നു. പിന്നെ നബിയും ബഅദി, എനിക്ക് ശേഷമുള്ള നബിയാകുന്നു എന്ന് ഖബറാന്ന് തോന്നുന്നു. അത് ആ പിരാന്തന്മാരോടല്ലേ ചോദിക്കില്ല നമ്മൾ. കണ്ടാ കാലഹ സലാസൻ, അത് 3 വട്ടം പറഞ്ഞു.
എന്നിട്ട് അപ്പുറം പറയുന്നു ഊതീതു ഫവാത്തിഹൽ കലിമി ഖവാതിമഹു, കലിമത്തിൻ്റെ ഫവാത്തിഹ് തുടക്കവും അതിന് ഖാതിമത്തും എല്ലാ കലിമത്തിൻ്റെയും. വഉല്ലിംതു കം ഖസനത്തുന്നാർ, നരകത്തിൻ്റെ കാവൽക്കാരായ മലായിക്കത്ത് എത്രയുണ്ട്. വഹമലത്തുൽ അർശിൻ്റെ എണ്ണം എത്രയാണ്. അങ്ങനെ അൽ ഹദീസ്. അപ്പം മൂപ്പർ എന്താക്കി കുറച്ച് പഠിച്ച ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നു. വറവ അബൂ ദാവൂദ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കുറേ മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു മലക്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ എനിക്ക് സമ്മതം കിട്ടിയിട്ടുണ്ട്. ആരാണ്? മിൻ ഹമലത്തിൽ അർശിനി. ഇന്ന മാ ബൈന ഷഹമത്തി ഉദുനിഹി, അദ്ദേഹം ആ മലക്കിൻ്റെ ഷഹമത്ത് ഏതാന്ന് തുണിച്ചെവിയില്ലേ, ചെവിയിലെ പദമില്ലേ, അവിടെ നിന്നും ഇലാത്തി ചുമല് വരെയുള്ള അകലം മസീദത്തു സബീമിയത്തി ആമീൻ, 700 കൊല്ലത്തെ ദൂരമാണ്. അപ്പോൾ കഴുത്തിൻ്റെ ഹൈക്കത്തിലുണ്ടാവും. അത് എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി എനിക്ക് സംബന്ധമുണ്ട്. വഫീ റിവായത്തി തബറാനി മസീദത്തു സബീമിയത്തി ആമീൻ, അത് മസീറത്ത് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഖഫഖാനുത്തൈരിസ്സരീഈൻ, ഇത് വേഗത്തിൽ പറക്കുന്ന ഒരു പക്ഷിയുടെ ചിറകടിക്ക് തുല്യമായത്. അപ്പം കുറച്ച് കൂടി സ്പീഡിൽ പറക്കുന്ന ഒരു പക്ഷിയുടെ ചിറകടിയിൽ 700 കൊല്ലത്തെ ദൂരം എന്ന് പറയുമ്പോൾ കുറേ അധികം കൂടിയില്ലേ. അപ്പോൾ ആ ഖഫഖാനുത്തൈരിസ്സരീയാണ് അതിലുള്ളത്. കമാ അന്നഹു സല്ലല്ലാഹു അലൈഹി അത്ലഅഹു അല്ലാഹു തആല അലാ ആലമിൽ ജന്നത്തി വന്നാർ, എന്നിട്ടോ വമുസ്തിരതാലഹു തങ്ങൾക്ക് വേണ്ട തംസീലാക്കിയിട്ട് കാണിച്ചു കൊടുത്ത് ഫിദ്ദത്തി മുനാസബാത്തി പല സന്ദർഭങ്ങളിലും. ഫീ ഹദീസിൽ മിഅ്റാജിൻ്റെ ഹദീസ് നോക്ക്, സുമ്മ ഉദ്ഖിൽതുൽ ജന്നത, പിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഫൈദാ ഫിഹാ ജനാബിലുൽ ലുഉലുഇ, മുത്തുകളുടെ കുമാരണ്ടാണ്. വൈദാ തുറാബുഹൽ മിസ്കുൽ അദ്ഫർ, അതിൻ്റെ മണ്ണെന്താണെന്നറിയുന്നു, മിസ്കുൽ അദ്ഫറാണ്. നല്ല മണം അടിച്ച് വീശുന്നു. ജനാബിദിൻ്റെ ഒറ്റവാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാം. ജനാബിദ് ജംബിദ, ജനാബിദ് എന്ന് പറയുമ്പോൾ ജംബിദിൻ്റെ ജമ്മല്ലേ ഉണ്ട്. അത് നോക്കി കിട്ടുന്നുണ്ടോ? അതിന് മുഖ്താർ വാദനങ്ങനെ കുറച്ച് നീങ്ങുവരുതേ കിട്ടും. ജുംബലത്തിൻ്റെ ജുംബദത്താ ബലുലുകിൻ്റെ കുബ്ബകൾ. ഇനി കമാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ലഅഹു അല്ലാഹു തആല ആലമിൽ ബർസഖ്, ആലമുൽ ബർസഖ് അത് ഈ ആലമുൽ ഷഹാദത്തും അല്ല ആലമുൽ ഗൈബും അല്ലാത്തത്. വഅഹ്വാലഹും അഹ്വാലിഹിം, അവിടെയുള്ള ആൾ അഹ്വാലും ഷുഊനാത്തിഹിം, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും. വആലമിൽ ഹശ്രി വഅഹ്വാലിൻ നാസി ഫീഹി, ഹശ്റിൽ ജനങ്ങളുടെ അവസ്ഥകൾ. വആലമിൽ അറള്, അറള് ജൗഹറായിരുന്നു, അറള് റാക്ക് സുക്കൂനല്ലേ, അതെ. അറള് റാക്ക് സുക്കൂനാകുമ്പോൾ എന്തായിരിക്കും? അള്ളാഹിൻ്റെ മുമ്പിൽ ഒരത്രയും ബിജാണയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച് നിർത്തുന്ന രംഗം. വആലമിൽ ഹൗളി, അവിടെ ഹൗള്. وأخذ الصحف والحساب والميزان والصراط وأحوال أهل الجنة وأهل النار وحدث عن جميع تلك العوالم, ആ ആലമിൻ്റെ തഫ്സീൽ എല്ലാം പറഞ്ഞു കൊടുത്തു. ഫസ്സല ഉമൂറഹും, അവരുടെ കാര്യങ്ങൾ തഫ്സീലാക്കി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. كما أنه صلى الله عليه وسلم أطلعه الله تعالى على العوالم العلوية, ഉപരിലോകം. വമാ യജ്രി ബൈനൽ മലഇൽ അഅല, മലഉൽ അഅല എന്ന് പറഞ്ഞ ഭൂമിയിലേക്ക് ഇറങ്ങാത്ത ഉന്നതരായ മലായിക്കത്ത്. അവരിൽ മിൻ ഇഖ്തിസാമി ഹൗലൽ കഫാറാത്തി വദ്ദറജാത്ത്, മനുഷ്യന്മാരുടെ ദോഷങ്ങൾ പുറപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അത് കഫാറത്ത്. മനുഷ്യന്മാരെ ദർജ ഉയർത്തുന്ന കാര്യങ്ങളാണ് ദറജാത്ത്. അതിനെപ്പറ്റി മലായിക്കത്തിനിടയിലുള്ള ചർച്ച. വതജല്ലത് ലഹുൽ അശിയാഉ കുല്ലുഹാ, എല്ലാ അഷ്യാക്കളും തങ്ങൾക്ക് വെളിപ്പെട്ടു. വഅറഫഹ, അതെല്ലാം തങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കമാ ഫിൽ ഹദീസിൽ ലദീ റവാഹു തിർമിദി വഅഹ്മദു വഗൈറുഹുമാ, എന്താണ്?
അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇന്നി ഖുംതു മിനൽ ലൈലി, ഞാൻ രാത്രി എണീച്ച് ഫസല്ലൈതു മാ ഖുദ്ദിറ ലി, അല്ലാഹു തആല തീരുമാനിച്ച അധിക റക്അത്ത് ഞാൻ നിസ്കരിച്ചു. ഫനുഇസ്തു അല്ല നഇസ്തു ഒരു തൂക്കം ഫീ സ്വലാത്തി ഹത്ത ഇസ്തസ്കൽതു, അങ്ങനെ എന്താക്കി ആ തൂക്കം എല്ലാത്തിനും ഭാരമായി തോന്നി. നുആസ് വന്നിട്ട് ചിലപ്പം ഫൈദാ അന ബി റബ്ബി, അപ്പോഴാണ് റബ്ബിൻ്റെ തജല്ലി വരുന്നത്. ഫഖാല ലി, എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമ യഖ്തസിമുൽ മലഉൽ അഅ്ല, ഉന്നതന്മാരായ മലായിക്കത്ത് എന്തിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഖുൽതു ലാ അദ്രീ എന്ന് പറഞ്ഞു. വഫീഹി, ആ ഹദീസിൻ്റെ ബാക്കിയാ പറയുന്നത്, അന്നല്ലാഹു തആല അഫാദ അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉലൂം. ലാദ്രി എന്ന് പറയുമ്പം അതിനെപ്പറ്റി അറിവ് ഇല്ല എന്നല്ലേ അവൻ. അവ എന്താകണം? നികത്തണം. ഇന്നു ഹത്താ ഖാല ഫതജല്ലാലി കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും എനിക്ക് വെളിപ്പെട്ടു. വാറത്തു, ഞാൻ അറിയുകയും ചെയ്തു. അപ്പോൾ ലാദ്രി പോയി. വഫീ റിവായത്തിൻ ഫഅലിംതു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമികളിലും എല്ലാം ഞാൻ അറിഞ്ഞു. വഫീ റിവായത്തി തബ്റാനി ഫഅല്ലമനി കുല്ല ഷൈഇൻ വഫീ റിവായത്തിൻ ലഹു ഫമാ സഅലനി അൻ ഷൈഇൻ ഇല്ലാ അലിംതു, എന്ത് ചോദിച്ചാലും എനിക്കറിയാണ്ടിരിക്കില്ല. സുമ്മ ഖാല ലി യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഫീമ യഖ്തസിമുൽ മലഉൽ അഅ്ല, ആദ്യത്തെ ചോദ്യം. ഖുൽതു ഫിൽ കഫാറാത്തി വദ്ദറജാത്തി, ഉത്തരം കിട്ടി. പിന്നെ അൽ വജുഹു സാലിസു, മൂന്നാമത്തെ വജഹ്, അർളുൽ ഉമമി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മേലിൽ എല്ലാ ഉമ്മത്തിൻ്റെയും അത് കാണിക്കപ്പെട്ടു. വദാലിക അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിദത് അലൈഹിൽ ഉമമു കുല്ലുഹാ, എല്ലാ ഉമ്മത്തും, അൽ ഉമമു ഖബ്ലഹു വ ഉമ്മത്തുഹു ബഅദഹു, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഉമ്മത്തും തങ്ങൾക്ക് ശേഷമുള്ള ഉമ്മത്തും, വമുസ്ലിനത്ത് ലഹു ഉമ്മത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഉമ്മത്തിനെ കാണിച്ചു. ഫീ ഇദ്ദത്തി മുനാസബാത്തി, പല സന്ദർഭങ്ങളിൽ. അതാ വഫി സഹീഹൈനി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉറലത്ത് അലയ്യൽ ഉമ്മമു, ഉമ്മത്തുകൾ എനിക്ക് കാണിക്കപ്പെട്ടു. ഫറഅയ്തു നബിയ വമഅഹു റുഹൈതു, ഒരു നബിനെ കാണിച്ച് അവരുടെ കൂടെ ചെറിയൊരു സംഘം. അത് വഹിയൽ ജമാഅത്തു ദൂനൽ അശ്റാഫ്, 10 താഴെയുള്ള എണ്ണമേ ഉള്ളൂ. ഒരു കൂട്ടം ജനക്കൂട്ടമൊന്നുമില്ല. വന്നബിയു വമഅഹു റജുലു വറജുലാനി, 1 or 2 റജുല് മാത്രം ഉണ്ടാവും, അവർ അംഗീകരിച്ച ആൾ. വന്നബിയു വലൈസ മഅഹു അദുൻ, ഉമ്മത്തായിട്ട് ആരുമില്ല. ഇത് റുഫിഅലി സവാദുൻ അലീമും, വലിയൊരു ജനക്കൂട്ടത്തിന് എൻ്റെ മേൽ കാണിക്കപ്പെട്ടു. ഫളനൻതു അന്നഹും ഉമ്മത്തി, അതായിരിക്കും എൻ്റെ ഉമ്മത്ത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഫഖീല ലി ഹാദാ മൂസ വ ഖൗമുഹു, ഇത് മൂസ അലൈഹിസ്സലാമും ഓരോ ഖൗമുമായിട്ടുള്ളൂ, ഇതൊന്നും പോരാ തങ്ങളുടെ ഉമ്മത്ത്. വലാകിൻ ഉൻദുർ ഇലൽ ഉഫുഖി, ദാ ഈ ചക്രവാളത്തിലേക്ക് നോക്ക്. ഫനളർതു, നോക്കുമ്പോൾ ഫഇദാ സവാദുൻ അലീം, വമ്പിച്ചൊരു കൂട്ടം. ഫഖീല ലി ഉൻദുർ ഇലൽ ഉഫുഖിൽ ആഖിർ, മറ്റേ ഭാഗത്തേക്ക് നോക്കുന്നവൻ. ഫഇദാ സവാദുൻ അലീം. ഫഖീല ലി ഹാദിഹി ഉമ്മത്തുക, ഇത് തങ്ങളുടെ ഉമ്മത്താണ്. വമഅഹും 70,000, അതിൽ 70,000 ആളുണ്ട് അവരുടെ കൂടെ. കൂടെ എന്ന് പറയുമ്പോൾ ഈ എണ്ണത്തിൽ എക്സ്ട്രാ ഉള്ളത്. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ, ഹിസാബില്ലാതെ അദാബില്ലാതെ വല അദാബുമില്ലാതെ സ്വർഗ്ഗത്തിൽ കയറും. അങ്ങനത്തെ സ്പെഷ്യൽ 70,000. ആരാണത്? ഹുമുല്ലദീന ലാ യർഖൂന വലാ യസ്തർഖൂന, ഓറ് മന്ത്രിക്കലുമില്ല മന്ത്രിപ്പിക്കലുമില്ല. അപ്പോൾ ഹക്കായ മന്ത്രമാണെങ്കിൽ അത് പാടില്ല, അത് മുത്തലക്കല്ല അർത്ഥം. ഇവർ ദർജ മാറി, അസ്ബാബുകളെ മേലെ എത്തിമാതില്ല. അപ്പം മന്ത്രിച്ചതോ അത് അസ്ബാബിനോടുള്ള ആളുകൾക്ക് ഉടപ്പിച്ചു, അത് ആ ദർജയിലുള്ളവർക്കല്ല. അപ്പം കച്ചവടം ചെയ്യണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം, നിയമം കൊണ്ട് പറഞ്ഞാൽ കച്ചവടവുമായി ബന്ധപ്പെട്ട അസ്ബാബുമായി ബന്ധപ്പെട്ട മുതസബ്ബീബീങ്ങൾക്കുള്ളതാണ്. ഒരു കച്ചവടവും ഇല്ല, കൃഷിയില്ല, ഒന്നുമില്ലാതെ കണ്ട് അള്ളാൻ്റെ മുതജദ്ദീങ്ങളായി കാമിൽ തവക്കൽ നിൽക്കുന്നവർക്ക് കച്ചവടത്തിന് നിയമം വേണം. അപ്പം എല്ലാ വിഭാഗത്തും നബി തന്നെയല്ലേ. അപ്പം ലാ യർഖൂന എന്ന് പറഞ്ഞ ഫാത്തിയോതി മന്ത്രിക്കലിനെ പറ്റിയ എല്ലാ നിരോധം അല്ല.
അപ്പോൾ തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്, മന്ത്രം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ രോഗത്തിനുള്ള മന്ത്രങ്ങൾ, കണ്ണ് രോഗത്തിന്, തലവേദനക്ക്, പല്ല് വേദനക്കല്ല, പത്തിമമ്പിക്കല്ല പഠിച്ചോത്തെ അവിടെ കാണാം, ഫസല്ലാനെല്ലാം കാണും. ഓരോ 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 രോഗങ്ങൾക്കുള്ള മന്ത്രങ്ങൾ. അത് ഇതിനെതിരല്ല. എന്താ വല എത്തയ്യറൂന തയ്യൂരല്ലേ, ദുർലക്ഷണങ്ങൾ പറയലേ. ഓൻ്റെ മുഖം കണ്ടിട്ടാന്ന്, ഓനെ കണ്ടിട്ടാന്ന് ഇന്നത്തെ ദിവസം ഇങ്ങനെയായി പോയത്. പൂച്ച മുറിയത്തിലെ പാഞ്ഞ് മറ്റേ എപ്പത്തേക്ക് കുറുക്കം പാഞ്ഞത്, ഇപ്പുറത്തേക്ക് കൂടി കറുത്ത തുണിയെടുത്തോറ്റം പോകുന്ന കണ്ടിട്ട്. അതുപോലെ മക്കളുടെ എണ്ണത്തിൽ ആണ് പെണ്ണ്, പെണ്ണ് ആണെന്നുള്ള ഇടകലർന്നതിലുണ്ട് പോലും ചില ശാസ്ത്രങ്ങൾ. ഇന്നൊരാടെ ദാരിദ്ര്യം വരും. അതിൻ്റെ സ്റ്റെപ്പ് ഇപ്പം ഇടപെടുമ്പോൾ കുറേ ആണ്, കുറേ പെണ്ണിങ്ങനെ ആ തസംസിലുണ്ട് പോലുന്നല്ലോ. പിന്നെ അസല് തൈറിൽ നിന്നാണ് പിടിച്ചിട്ടുണ്ട്. തൈറണ്ടിൽ നിന്നല്ല തപ്പയ്യറാവുന്നത്. അപ്പോൾ ധാരാളം മൂസാ നബിനോട് പറഞ്ഞു, കാലുത്തയ്യർനാബിക്ക് അഭിമം മഴക്കാം. ഇവിടെ എന്തല്ലോ ദുരിതങ്ങൾ വന്ന് നിങ്ങളെ കണ്ടിട്ടുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ കുറേ ആളുമുണ്ട്. കാലു ഇന്ന തയ്യർനാബിക്കും, നമുക്ക് ദുരിതം വന്ന് നിങ്ങളെ കൊണ്ടാണ്. അപ്പോൾ ഇന്ന മോനെ ജനിച്ചിട്ടാണ്, ഇന്ന കുട്ടിയെ ജനിച്ചിട്ടാണ്, ആണിന് ശേഷം പെണ്ണ് വന്നാലോന്നോലും പെണ്ണിന് വന്ന് ആണോന്ന് വന്നാലും. എന്നിട്ടോ ഇത് വിശ്വസിക്കും. ഈ ന്യൂസുകാരനായ ഈ കള്ളന്മാർ എന്താകും പഠിപ്പിച്ചു കൊടുക്കും. രക്ഷിതാക്കൾ അതും വിശ്വസിച്ചിട്ട് മക്കളോടുള്ള പെരുമാറ്റം അങ്ങനെ ഇരിക്കും. ഇവൻ ദാരിദ്ര്യത്തിൻ്റെ കുട്ടിയാണ്. ഇത്തരത്തിൽ അന്ധവിശ്വാസം നടക്കുന്ന കുടുംബത്തിലുള്ള കുട്ടികൾക്ക് തന്നെ മാനസിക രോഗമുണ്ട്. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ പറഞ്ഞോടത്തിന് എന്താക്കുന്നറിയോ, രക്ഷിതാക്കൾ ഇങ്ങനെ കാണും. അവൻ രക്ഷിതാക്കളുടെ അപകടന അനുഭവിക്കും തോറും ഇവൻ മാനസികമായി തകരുന്നുണ്ട്. നാളെ ഒരാളെ കാണിച്ചാൽ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ മുടി നോക്കട്ടെ, ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താന്ന്. അപ്പം ആരോ പറഞ്ഞിടത്തിന് പോലും അത് നീക്ക് ദാരിദ്ര്യത്തിൻ്റെ ആണ്. ഈ മുടിൻ്റെ ഈ റൗണ്ടില്ലേ ഇപ്പം മൊട്ടടിച്ച കാണൂല. അത് സംഭവിച്ചത് അതെല്ലാത്താക്കും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണെന്ന് എന്താ ഉറപ്പ്? അത് പറഞ്ഞില്ലേ, അമ്പലത്തിൽ നിന്ന് പോയിട്ട് മറ്റേ അവിടെ ബിംബത്തിന് നെയ്യ് കൊടുത്തപ്പം കുഞ്ഞുണ്ടായിരുന്നു. നമ്മൾ നെയ്യ് കൊടുക്കാണ്ട് കുഞ്ഞുണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നും കൊടുക്കാതെ കുഞ്ഞുണ്ടായ കൂട്ടത്തിൽ പൊട്ടൂടെ? അപ്പം അതാണ് ഇതിൻ്റെ സബബ് എന്ന് ആര് പറഞ്ഞന്ന്? നമുക്കിപ്പം മക്കളുണ്ടായ ആണുണ്ട് പെണ്ണുമുണ്ട്, ഇരട്ടിയുണ്ട് വെറിയുണ്ട്. ഞാൻ റബ്ബനാത്തിനാന്ന് വരെ ആക്കില്ല, നെയ്യ് കൊടുത്തിട്ടുമില്ല. അപ്പം നിരുപാധികം കൊടുത്ത കുട്ടിയായിക്കൂടെ അത്? അപ്പം നിങ്ങൾ ഇതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് എന്താ തെളിവുള്ളത്? ചോദ്യം നിന്നിട്ടില്ല. അതാ തയ്യൂറ്. അപ്പം തയ്യൂർ എന്താന്ന്, നിങ്ങൾ യാത്രക്കോ ഒരു ആത്മവിഷം വെച്ച് ഇറങ്ങുന്ന അവസരത്തിൽ അവിടെ ബസ്സിനെ വണ്ടിക്കൊക്കെ ആക്കും. അപ്പം അതിൻ്റെ മുകളെന്താക്കും, ഒരു പക്ഷി ഒരു കൊമ്പത്ത് ഇരുന്ന് ഇവൻ്റെ ഇസിലിട്ട ബസ് തൂറി എന്ന് പറയാം, കാക്കപുരീശം ദൗതാന്നത്. ഓ എന്താ കാക്കിയ? ആ ഏതാ മരം നോക്ക്, ആ മരത്തിൻ്റെ എങ്ങോട്ട് പോയ കൊമ്പാന്ന് നോക്ക്, ആ കാക്കൻ്റെ മുഖം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകും നോക്ക്. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ എന്താക്കും, നിൻ്റെ ബോധം മറാതെ ഹാച്ചിലാവില്ല, ഹാച്ചിലാവില്ല. ഏത് ബുദ്ധിക്കാണ് യോജിക്കിയത്? ക്ലോക്ക് വയസ്സിൽ ഏടി തിരിയണം പോലും. നമ്മൾ ക്ലോക്കിനോട് ഇങ്ങനെ തിരുവന്നാല് പറഞ്ഞ് ഇതിപ്പോൾ 9:10 അല്ലേ, അത് തിരിച്ച് വച്ച് കഴിഞ്ഞാൽ 2:50 വെച്ചൂടെ? ഇങ്ങോട്ട് വെച്ചോ. ഈ ക്ലോക്കിനോട് ഇങ്ങോട്ട് തിരിയണമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ ഏണി വെച്ചോട്ട് എഞ്ചിനീയർ പറഞ്ഞതാണ്. എഞ്ചിനീയർ മാവ് സഞ്ചബീൽ എഞ്ചിനീയർ, അത് ആൻറ്റി ക്ലോക്ക് വെച്ചു. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആയിക്കൊണ്ട് എന്താ വരാൻ പോകുന്നു? എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് വിശ്വസിക്കേണ്ട കാര്യങ്ങളായത്. ഗോളി ശാസ്ത്രം ഉണ്ടല്ലോ, ഇങ്ങനെ പോകുമ്പോൾ ഗോളി നോക്കിയിട്ടുണ്ടാവും. എന്നാൽ കുപ്പത്തെ പരിയൊക്കെ ഉണ്ട്, ഒരു ലോറി നിർത്തി വെച്ച്, ഒരു ഓം നിർത്തി ലോറി. എന്നാൽ എൻ്റെ മുകളിൽ കൂടി കാക്കം പറഞ്ഞത് ഇന്ന് പെഴിയാൻ പറ്റില്ല. വണ്ടി ഓഫാക്കി ഇറങ്ങി അങ്ങോട്ട് ഓടി. ആ മരത്തക്കാട്ട കയറ്റത്തിന് അന്നും എനിക്ക് പണിയില്ല. ചരക്കും ലോറി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ മൗഹൂമായ അല്ലെങ്കിൽ മദനൂനായ അസ്ബാബ് 3 പണ്ടേ പഠിഞ്ഞത് എന്തുണ്ട്?
ഒന്ന് മൗഹൂമ്, രണ്ട് മദ്നൂന്, മറ്റൊന്നോ ദറൂരി. ദറൂറിയായ അസ്ബാബ് ഒഴിവാക്കാൻ ആരും കൽപ്പിച്ചിട്ടുമില്ല, ആരും ഒഴിവാക്കിയിട്ടുമില്ല, ഒഴിവാക്കിയ സംഗതി നടക്കുകയും ചെയ്യില്ല. അമ്പിയാക്കൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ദറൂറിയായ അസ്ബാബ് എടുക്കണം എന്നാണ്. മൗഹൂമായ അസ്ബാബുകൾ ഒഴിവാക്കിയേ പറ്റുന്ന ഈമാനിന് സിഹത്തുള്ളൂ എന്നാണ്. ഇതാണ് മൗഹൂമായ. അപ്പൊ ഇതിന് മൗഹൂം കൊണ്ട് മദ്നൂനും രണ്ടും അർത്ഥം വേണ്ടിയിട്ടുണ്ട്. യതതയ്യറൂന മൗഹൂമാണ്. ഹക്കായ മന്ത്രമാണെങ്കിൽ മദ്നൂനാണ്. അപ്പോൾ മദ്നൂനായ അസ്ബാബ് എന്ത് വേണം? താറത്തന്നെ എടുക്കാം. അവന്റെ യക്കീന്റെ ശക്തി പോലെ ചിലപ്പോൾ എടുക്കണ്ട. ചിലപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഹദീസിനോ മറ്റോ തലബുണ്ടെങ്കിൽ ഇത്തിബായിന് വേണ്ടി എടുക്കണം. അതിന് തഹ്സീലുണ്ടെന്ന് വിചാരിച്ചിട്ട് എടുക്കലല്ല. അതിൽപ്പെട്ടാണ് ഇത് ചികിത്സ. ചികിത്സ ഏതാന്ന് മദ്നൂനെന്ന്. ചികിത്സയിൽ തന്നെ എന്തുണ്ട്? ദറൂരിയുണ്ട്. ചില ദറൂരിയില്ലേ, അതെ, ചികിത്സിച്ചിട്ടേ പറ്റൂ. അപ്പോൾ ഒരു ചെറിയൊരു വലിയ നിലനിൽ വന്നപ്പോൾ അത് മദ്നൂനാണ്. ഒരാളുടെ അടങ്ങും പെട്ടിട്ട് അയാളെ ജോനെല്ലാം വേറ് വിട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ അത് ഞാൻ തവക്കുലാക്കി എന്ന് പറഞ്ഞാൽ നടക്കൂല. അയാൾ പിന്നെ അഡീഷണക്കലുണ്ടാവില്ല. ദറൂരിയായ ചികിത്സ ഉണ്ട്. ആ കുറ്റക്കാരനോ അത് നെഫ്സിലേക്ക് തഹലുക്കത്തിലേക്ക് എത്തിക്കലയില്ലേ. വല യക്തബൂന എന്നാ പറഞ്ഞു. യക്തബോടെന്ന് പഴയ കാലത്ത് ഇരുമ്പ് വേപ്പിച്ചിട്ട് എന്താക്കോ ഇങ്ങനെ ചൂട് വെക്കൂ. അത് തങ്ങളെ വിരോധിച്ചിട്ടുണ്ട്. ഒരു സഹാബിക്ക് കൂടാതെ കഴിയാത്ത അവസരത്തിൽ സമ്മതം കൊടുത്തിരുന്നു. അവനാണെങ്കിലോ മലായിക്കത്തിനോട് സംസാരിക്കാൻ മലായിക്കത്തിന് മുസാഫ ചെയ്യുന്ന ആളായിരുന്നു. ഈ ഒരുകൊണ്ട് റൊസയ്ക്ക് വേണ്ടി എടുത്തപ്പോൾ അന്ന് മുതൽ മലായിക്കത്ത് വരുന്നു. ആ പണ്ടത്തെ മർത്തവൻ്റെ ആധാരം കാണുന്നില്ല. അത് നമുക്കറിയുന്നുണ്ടാവില്ല. അതാണ് ചില വമ്പിച്ച തജല്ലിയാത്തെല്ലാം കിട്ടുന്ന ഔലിയാക്കന്മാരും ഉണ്ടാകാം, സാലിക്യങ്ങളും ഉണ്ടാകാം. എവിടെയോ കാരണത്താൽ മുൻകത്തിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ അസ്ബാബിൻ്റെ മുകളിൽ അടങ്ങി ചാടിയിട്ടുണ്ടാവും. ഇനി അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. വേണ്ടാത്ത അസ്ബാബിലേക്ക് ചാടിയാൽ എന്താവും? ഒരു പ്രത്യേക മതം മുൻകത്തിയോ അല്ലെ. കമ്പ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കയ്യ് കവായക്കബി എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പ് പൊള്ളിച്ചിട്ട് എന്താക്കും, ചില പൊണ്ണുകൾക്ക് വേദനക്കെല്ലാം വെച്ചിട്ട് ഇതാക്കും. അപ്പം അതിൻ്റെ മസ്റ്റർക്കും അങ്ങനെ കവിയെന്നാ വരിക, കവായക്കബി. അപ്പം ബാബിനെന്താക്കി യാഗാക്കിയിട്ട് മറിച്ചിട്ട് ഇതുമാക്കി കയ്യ്. അതിൽ നിന്നുള്ള ഇഫ്തിഹാലവാബ് എന്താക്കി ഇഖ്തവ. അപ്പൊ ഈ എണ്ണത്തിൽ എന്തുണ്ട്? മദ്നൂനായ അസ്ബാബ് എണ്ണിയിട്ടുണ്ട്. ഏത് മൗഹൂമ, ഏതെല്ലാം മൗഹൂമ്? യതതയ്യറൂന മൗഹൂമ് തന്നെ. ഇർഖൂന എന്ന് പറഞ്ഞാൽ ഹക്കായ മന്ത്രമുണ്ടല്ലേ, അള്ളാഹുവിന്റെ കലിമാത്ത് ആയാത്തുകളെ കൊണ്ട് വാരിദായതാണ് ലന്നിയായ അസ്ബാബാണ്. യതതയ്യറൂന പോയി, യക്തബൂനയും ലന്നിയാണ്. എന്നിട്ടോ ഇവരെന്താന്ന് ബഅലാ റബ്ബിഹിം യതവക്കലൂൻ. അപ്പൊ സാധാരണ തവക്കുലല്ലത്, ഹക്ക് തവക്കുലാണ്. ഒരു ഓർഡിനറി തവക്കുൽ ഇല്ലാണ്ട് ഈമാൻ സഹിയാവൂലല്ലോ. വഫീ റിവായത്തി തബറാനി റളിയല്ലാഹു അൻഹു والضياء عن حذيفة بن أسيد رضي الله عنه أن النبي صلى الله عليه وسلم قال عرضت علي أمتي. എൻ്റെ ഉമ്മത്തിനെ വെളിപ്പെടുത്തി അൽ ബാരിഹത്ത, ഈ അതിരാവിലെ, ലദാ ഹാദിഹിൽ ഹുജ്റ, ഈ ഹുജ്റത്തിന്റെ മുമ്പിലായി കൊണ്ടിട്ട്, ഹത്താ ലഅന അഅറഫു ബിർറജുലി, ഒരു റജുലിനെ കൊണ്ട് ഞാൻ എത്ര അറിയുന്നറിയോ, മിൻഹും, ആ കൂട്ടത്തിൽപ്പെട്ട, മിൻ അഹദിക്കും ബിസാഹിബിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സുഹൃത്തിനെ അറിയുന്നത് പോലെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിനെ എനിക്കറിയാൻ കഴിയുന്നു. അതാ സുബിറുലി ഫിത്തീൻ, തീനിലി. കാരണം അന്ന് ചുമരുണ്ടാക്കിയ കുമ്മായോ ഇപ്പോഴത്തെ പുതിയ മോഡലൊന്നുമല്ലല്ലോ. ആ ചുമരിൽ ഇങ്ങനെ സ്ക്രീനിൽ കാണും പോലെ കാണുന്നു. ഇപ്പോൾ അറിയുന്ന നടക്കൊക്കെ ഉണ്ടാവും. ദുന്യാവിനെ കാണിച്ചു കൊടുത്തു. وكما أنه صلى الله عليه وسلم رفع الله له الدنيا فنظر إليها. അതിനെ തെളിവ് പറയുന്ന റവ തബറാനി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ
قال قال رسول الله صلى الله عليه وسلم إن الله قد رفع لي الدنيا ദുന്യാവിനെ എനിക്ക് ഉയർത്തി കാണിച്ചു തന്നു. ഫഅന അൻദുറു ഇലൈഹ, ഞാനതിലേക്ക് നോക്കുന്നു. വൈലാ മാ ഹുവ കായിനും ഫീഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളിലേക്കും ഞാൻ നോക്കുന്നു. ഇതൊക്കെ അന്നമ അൻദുറു ഇലാ ഫീ ഹാദിഹി, ഈ ഉള്ളം കൈ കാണും പോലെയാണ്. വയസ്ഹദു ലിഹാദൽ ഹദീസ്, ഈ ഹദീസിന് ഷാഹിദ്, അതായത് ഒരു ഹദീസ് പറഞ്ഞാൽ അതിൻ്റെ ആശയത്തിന് തുല്യമായ മറ്റൊരു ഹദീസ് വരും. മാ റവാഹു മുസ്ലിം. അപ്പം എന്താക്കി തബറാനീൻ്റെ റിവായത്തിനെ ശക്തിപ്പെടുത്തിയാല് മുസ്ലിമിൻ്റെ റിവായത്ത്. അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ സബാലിയൽ അർള, ഭൂമിനെ എനിക്ക് എന്താക്കി ചുരുട്ടി തന്നു. ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ എന്നൽ ഹദീസ് കമാ തഖദ്ദമ. പിന്നെ ബാക്കി മാന മുമ്പ് പറഞ്ഞ പോലെ തന്നെ, ഇത് ഞാൻ അതിലേക്ക് നോക്കുന്നു. ഇലാ മാ ഹുവ കായിനും ഫീഹി ഇലാ യൗമിൽ ഖിയാമ കഅന്നമാ അൻദുറു ഫീ ഹാദാ എന്ന് പറഞ്ഞു. ബൽ അറാഹു അല്ലാഹു തആല ജമീഅൽ അശ്യാഇനെയും കാണിച്ചു കൊടുത്ത്. കമാ റവാ മുസ്ലിമുൻ വഗൈറുഹു അൻ അസ്മാ റളിയല്ലാഹു അൻഹാ അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ ശൈഇൻ ലം അകുൻ ഉരീതുഹു, എനിക്ക് കാണിക്കപ്പെട്ടിട്ടില്ലാത്ത എന്ത് വസ്തുണ്ടോ ഇല്ല റഅയ്തുഹു ഫീ മഖാമി ഹാദാ, എൻ്റെ ഈ നിന്ന് നിപ്പിൽ നിന്ന് ഞാൻ കണ്ടിട്ടല്ലാതെ. അത്തൽ ജന്ന വന്നാർ, സ്വർഗവും കണ്ടു നരകവും കണ്ടു. അപ്പൊ ഫഅമ്മത്തു റുഅ്യത്തു, ഇതിന്റെ ഒട്ടാകെ നതീജ എന്താണ്? തങ്ങളെ റുഅ്യത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാക്കിയിട്ടുണ്ട്. ജമീഇ മാ ഹുനാലിക വത്തല അലൈഹി, വത്തല അലൈഹി എന്തിനുള്ള അമ്മത്തിന്റെ മുളത്തപ്പം. ഇനി അൽ വജ്ഹുൽ ഖാമിസു മിൻ ഇൽഹാരിഹി അലൽ മുഗയ്യബാത്തിന്റെ അഞ്ചാമത്തെ വജ്ഹ് റുഅ്യത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ആസാറൽ ഉമൂറിൽ ഗൈബിയ്യത്തി ഖബല വുഖൂഇഹാ, ഗൈബിയായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ആസാറുകൾ. നമുക്ക് ജാഅ ഫി സഹീഹൈനി അൻ ഉസാമത ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ഖാല അശ്റഫൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ആതമിൻ മിൻ ആതാമിൽ മദീന, മദീനയിലുള്ള കുന്നുകളുണ്ടല്ലോ, ആ കുന്നിൻ്റെ മേലെ ഒന്ന് തങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ഫഖാല ഹൽ തറൂന മാ അറ, ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഖാലൂ ലാ, ഇല്ല. ഖാല ഫഇന്നീ ലഅറാ മവാഖിഅൽ ഫിതനി ഖിലാല ബുയൂതികും, നിങ്ങളെ വീട്ടിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഫിത്നകൾ സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കമവാഖിൽ ഖത്രി, മഴവെള്ളം ഇറ്റുന്നില്ലേ എന്നതുപോലെ ഈ ഇവിടെ എന്തെല്ലാം ഫിത്നകൾ സംഭവിക്കും എന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്. وفي صحيح مسلم عن عمر بن الخطاب رضي الله عنه في حديث عن غزوة بدر, ബദറിന്റെ യുദ്ധത്തിനെ പറ്റി എന്താ? കാല ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുരീന മസാരിയ അഹ്ലി ബദരിൻ, ബദറിൽ കൊല്ലപ്പെടുന്ന ആളുണ്ടല്ലോ, അവർ വീണ് കിടക്കുന്ന സ്ഥലം നമുക്ക് കാണിച്ചു തരും. ബില്ലംസ് പിറ്റേന്നു യഖൂലു, തങ്ങൾ പറഞ്ഞു ഹാദാ മസ്റഅ ഫുലാൻ, ഇവിടെയാണ് ഇന്നോണ് കൊല്ലപ്പെട്ട് കിടക്കുക. ഇൻഷാ അല്ലാഹ് അംസം പറയുമ്പോൾ ഇന്നലെ വഹാദാ മസ്റഅ ഫുലാനിൻ ഇൻഷാ അല്ലാഹ്. ഖാല ഉമർ തങ്ങൾ പറയുന്നു റളിയല്ലാഹു അൻഹു ഫവല്ലദീ ബഅസഹു ബിൽ ഹഖ്, ഹഖുമായി അയച്ച റബ്ബിനെ തന്നെ സത്യം. മാ അഖ്തഅൽ ഹുദൂദല്ലതി ഹദ്ദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയിച്ച ആ സ്ഥലം പേച്ചിട്ടേ ഇല്ല. എന്നതൊക്കെ അബൂജഹൽ വീണ് കിടക്കും എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ പുലർന്നുണ്ട്. وفي رواية لمسلم أنس فقال رسول الله صلى الله عليه وسلم هذا مصرع فلان, എന്നിട്ടോ വയളഉ യദഹു അലൽ അർളി, കൈ ഇങ്ങനെ തൊട്ടിട്ടാണ് കാണിക്കുന്നത്. അത് ആദ്യത്തെ റിവായത്തിലില്ല. അലൽ അർളി ഹാഹുന വഹാഹുന. ഖാല ഫമാ മാത അഹദുഹും അൻ മൗദിഇ യദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൈ പതിഞ്ഞ സ്ഥലമുണ്ടല്ലോ അത് വിട്ടിട്ട് അല്പം പോലും തെറ്റിയിട്ടില്ല. ഐ മാ ജാവസൽ മൗദിഅ അല്ലദി അയ്യനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശാറ ഇലൈഹി. ഇനി അൽ വജ്ഹു സാദിസു, ആറാമത്തെ വജ്ഹ് ഇൻജിലാഉൽ ഉമൂരിൽ ഗൈബിയ്യത്തിൽ ഖഫിയ്യത്തി, ഖഫിയായ ഗൈബ്. അപ്പം എന്താ കുറേ ആഴത്തിലുള്ള ഗൈബായി. ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല ളുഹൂരിഹാ, അത് വെളിപ്പെടുന്നതിന് മുമ്പായിട്ട്. വ ഇഖ്ബാരിഹു
ഇൻജിലാഹുന്ന മുളത്തുഫ് വൈഖ്ബാറുഹു അൻഹ, അതിനെപ്പറ്റി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതെന്താ? വമിൻ ദാലിക മാ റവൽ ഇമാമു അഹ്മദു വഗൈറുഹു റളിയല്ലാഹു അൻഹു അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബൈനമാ ഹുവ യഖ്തുബു, തങ്ങൾ ഖുതുബ ഓതുന്ന വേളയിൽ ഇത് അറദ ലഹു ഫീ ഖുതുബത്തിഹി, ഖുതുബയിൽ നിന്ന് വഖാല യദ്ഖുലു അലൈക്കും മിൻ ഹാദൽ ബാബി ഔ മിൻ ഹാദൽ ഫജ്ജി, ഒന്നുകിൽ ഈ വാതിക്കൽ കൂടി അല്ലെങ്കിൽ ഈ വഴിയിൽ കൂടി കടന്നു വരും റജുലുൻ മിൻ ഖൈരി ദീ യമൻ, യമനിലുള്ള ആളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഖൈറായ ഒരു വ്യക്തി കടന്നു വരുന്നു. അലാ ഇന്ന അലാ വജ്ഹി മസ്ഹത്തു മലക്കിൻ, അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു മലക്ക് തടകിയതിൻ്റെ അലാമത്തുണ്ടെന്ന് പറഞ്ഞു. ഖുതുബിന്റെ ഇടയിലാ പറയും. എന്നിട്ടോ വഫീ റിവായത്തിൽ തബ്റാനി യത്ലുഹു അലൈക്കും ഖബറു അൽ ഖൈറു ദീ യമൻ അലൈഹി മസ്ഹത്തു മലക്കിൻ. നോക്കുമ്പോൾ തല അലൈഹി ജരീർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അത് കയറി വന്നത്. അപ്പോൾ യമനിയാണെന്നും അവർ ഖൈറായ ആളാണെന്നും അവരുടെ മലക്ക് മുഖത്ത് തടകിയിട്ടുണ്ട് എന്നും എന്തായി എല്ലാം കൂടെ പറഞ്ഞു വെച്ചു. വറവൽ ഇമാമു അഹ്മദു അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല കുന്നാ ജുലൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പം ഇരിക്കുന്നു. ഫഖാല യത്ലുഉൽ ആന അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരു രജി നിങ്ങളുടെ മേൽ ഇവിടെ എത്തിപ്പെടും. നോക്കുമ്പോൾ ഫതലഅ റജുലുൻ മിനൽ അൻസാർ, അൻസാരിമാരിൽപ്പെട്ട ഒരു റജുലി റളിയല്ലാഹു അൻഹു തൻതിഫു ലിഹിയതഹു മിൻ വുളൂഇഹി, വളു എടുത്ത വെള്ളം ഇങ്ങനെ ഇറ്റിക്കൊണ്ടിരിക്കുന്നു. വഫീ റിവായത്തിൽ നോക്കുമ്പോൾ ഫജാ സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വന്നത്. സഅദ് ബിൻ മാലിക് ഫദഖല മിൻഹു, അപ്പോൾ അവർ കയറി വന്നു. വൻ മസീദത്ത് ബിൻ മാലിക്കിൻ, അപ്പോൾ അവർ സ്വർഗാവകാശിയാണെന്ന് അതൊന്ന് പ്രഖ്യാപിച്ചില്ലേ. ഖാല ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസു അസ്ഹാബഹു ഖാല യത്ലുഉ അലൈക്കും മിൻ ഹാദൽ ഫജ്ജി റക്ബുൻ മിൻ ഖൈരി അഹ്ലി ശർഖ്, ഷർഖേതാണ് കിഴക്ക്, അവരുടെ അഹ്ലുകാരിൽപ്പെട്ട ഖൈറായിൽപ്പെട്ട ഒരു യാത്രാ സംഘം വരും. അതെന്താക്കി ഫഖാമ ഉമർ റളിയല്ലാഹു അൻഹു എണീച്ചു. ഫതവജ്ജഹ ഫീ ദാലിക്കൽ വജ്ഹി, തങ്ങൾ പറഞ്ഞ ആ വജ്ഹിലേക്ക് മുന്നിട്ട് നോക്കിയപ്പോൾ ഫറഅ 13 റാകിബൻ, 13 ആളുകളെ കണ്ടു. ഫറഹബ, ഉമർ റളിയല്ലാഹു അൻഹു അവരെ സ്വാഗതം ചെയ്തു. വഖറബ, ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് വഖാല മനിൽ ഖൗം, ആരാന്ന് ഖൗമ്? ഖാലു ഖൗമുൻ മിൻ അബ്ദുൽ ഖൈസ്, ഖൗമിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. ഗൈബ് പറഞ്ഞാൽ മുശ്രിക്കാവും മുശ്രിക്ക അള്ളാനെ പോലെ ആയിപ്പോൾ എന്ന് പറഞ്ഞാൽ മംഗലം കഴിക്കലും തിന്നലും കുടിക്കലും മക്കളുണ്ടാകലും ഇതൊന്നും അള്ളാഹുന്നതിനെതിരില്ലെന്ന് അവർ വിശ്വസിക്കുന്ന അള്ളാഹ്ക്ക് ഇതെല്ലാം വെച്ചു. അല്ല, അള്ളാഹുവിന് മാറാന് ബഷറാണ് എന്നുള്ളതിനും അബ്ദാണ് എന്നുള്ളതിനും മഖ്ലൂക്കാണ് എന്നുള്ളതിനും ഇതെല്ലാം ഉണ്ട്. എന്തിനും തെളിവൂർത്തിയായിട്ടില്ല. ഗൈബ് പറഞ്ഞു ഞാൻ പഠിച്ചനായിട്ട്, അപ്പൊ ഷഹാദത്ത് തന്നെ പഠിച്ചനല്ലേ. ഇൽമ് രണ്ടെണ്ണല്ലേ, ഒരു ശിക്ക് അറിഞ്ഞാൽ ആവൂല എന്ന്, മറ്റു ശിക്ക് അറിഞ്ഞാൽ ആവൂലെന്ന് കിട്ടുന്നു. അതുണ്ട് അള്ളാന്റെ സിഫത്തല്ല ആലിമുൽ ഗൈബി വശഹാദ, രണ്ടും പക്ഷം പറഞ്ഞോളെന്നല്ലേ പറഞ്ഞത്. അതിന്റെ ഗൈബ് എല്ലാവർക്കും മുത്തലക്കായിട്ട് അറിയൂലല്ലോ, ഷഹാദത്ത് എല്ലാവരും അറിയുന്നുണ്ടല്ലോ. അപ്പൊ എത്ര അതിനെ പഠിച്ചന്മാരുണ്ട് അള്ളാന്റെ വസ്തു സ്വീകരിച്ച്. അപ്പൊ അള്ളയിന്ന് വേർതിരിക്കുന്ന വേറെ ലക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് ഡിഗ്രി പഠിപ്പിന് ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ എന്താവും, ആ പഠിച്ചോണിയത്തിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ABCD അറിയാത്ത ആള് പഠിച്ചോണിയത്ത് കുറയും. അയാൾ വലിയ ഗ്രേഡ് കരസ്ഥമാക്കി PG എല്ലാം പഠിച്ചു നോക്കുമ്പോൾ പഠിച്ചോണിയത്തിലേക്ക് അടുത്ത് ഗൈബാട്ട് അറിഞ്ഞോ ഇപ്പോൾ അത് തന്നെ ഉണ്ട്. ഈ പോയത്താൻ പറയുമ്പോൾ കേൾക്കാൻ വേണ്ടി അമ്മ ഭഗവച്ച് കൊടുത്തിട്ട് കുലിമാനായിരുന്നു. അൽ വജുഹു സാബിഉ ഇൻകിശാഫു ദമാഇരിൽ നഫ്സിയ്യതി ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നഫ്സിന്റെ ഉള്ളിൽ മറച്ചു വെക്കപ്പെട്ട കാര്യമുണ്ടല്ലോ അത് തങ്ങൾക്ക് വെളിപ്പെടുകയും വഖബാറുഹു ബിദാലിക്, അത് തങ്ങൾ പറയുകയും ചെയ്തു. റവൽ ഹാക്കിമു വൽ ബൈഹഖി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ
ഒന്ന് വറവ ഇബ്നു സഅദ് അൻ അബീ ഇസ്ഹാഖ് സബീഇ റളിയല്ലാഹു അൻഹു ഖാല. അപ്പോൾ രണ്ട് റാബി ഉണ്ട്. രണ്ടാളും പറഞ്ഞു റഅ അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നടക്കുന്നു, അബൂ സുഫിയാൻ ഇത് കാണുന്നു. വന്നാസു യതഊന അഖിബഹു, ജനങ്ങൾ തങ്ങളെ പിന്നിൽ കൂടി എന്താകണ് നഗർ നടക്കുന്ന യംശൂന വറാഅഹു എന്ന് വെച്ചാൽ അടുത്ത് തങ്ങളെ മടമ്പിൽ ചവിട്ടുന്ന ബേക്കിന്. അപ്പോൾ തങ്ങളുടെ അനുയായികളെ കാണുന്നു. ഫഖാല അബൂ സുഫിയാൻ ഫീ നഫ്സി, അബൂ സുഫിയാൻ മനസ്സോട് വിചാരിച്ചു പോയി ലൗ ആവത്തു ഹാദർ റജുൽ ഖിതാൽ, ഈ റജുലിനെ യുദ്ധം ചെയ്തിട്ടൊന്ന് കൊന്നാലോ മനസ്സിൽ വിചാരിച്ചിട്ടേ ഉള്ളൂ. വജമാഅതു ലഹു അതിന് വേണ്ടി കുറച്ച് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയും പോകണം. അബൂ സുഫിയാനെ വിളിച്ചിട്ട് അബൂ സുഫിയാന്റെ നെഞ്ഞത്തടിച്ചു പറഞ്ഞ് അന്നും നിങ്ങളെ പരാജയപ്പെടുത്തുന്നു. അതെ, അങ്ങനെ കുട്ടിയാലോ എന്നല്ല തോന്നി. അതിന് ജവാബാണ് ഇത്. അന്നും നിന്നെയും പരാജയപ്പെടുത്തും. ഫഖാല അബൂ സുഫിയാൻ പറഞ്ഞു അതൂബു ഇലല്ലാഹി വസ്തഗ്ഫിറുല്ലാഹ്. ഖാത്തിർ വന്നു പോയതാണ്. മാ ഐകൻതു അന്നക നബിയ്യുൻ ഇല്ല സാ, ഇസ്സമയത്തെ തങ്ങൾ നബിയാണെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുള്ളൂ എന്നാണ്. അതെ, അത് ഹഖ്ഖുൽ യഖീനാൻ. അതുകൊണ്ട് ഇന്നി കുൻതു ലൗ ഉഹദ്ദിസു നഫ്സി ബിദാലിക്, ആ കാര്യം എൻ്റെ മനസ്സിൽ ഹദീസു നഫ്സായിരുന്നു. ومن ذلك ما رواه الإمام أحمد في مسنده عن أبي موسى الأشعري رضي الله عنه قال قلت لرجل, والرجل പറഞ്ഞു, അത് അബൂ മൂസ അശ്അരി പറയുന്നു, ഹലുമ്മ ഫൽനജ്അൽ യൗമനാ ഹാദാ ലില്ലാഹി തആല, ഇന്നത്തെ ദിവസം നമുക്ക് അല്ലാഹുവിന് വേണ്ടിയാക്കാം. അങ്ങനെയാ നസ്തഗിലു ഫീഹി ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് ശുഗലാക്കിയിട്ട് ഇന്നത്തെ ദിവസം അല്ലാഹു തആലക്ക് നീക്കി വെക്കാം. ഇത് ഒരു റജുലിനെ വിളിച്ചിട്ട് പറഞ്ഞതാണ്. قال أبو موسى الأشعري പറയുന്നു فوالله لك أن رسول الله صلى الله عليه وسلم شاهد هذا اليوم, ആ ദിവസത്തിന്റെ ഷാഹിദ് പോലെയുണ്ട്. ഫഖതബ, അങ്ങനെ ഖുതുബ ഓതി. വമിൻഹും മൻ യഖൂലു ഹലുമ്മ ഫൽനജ്അൽ യൗമനാ ഹാദാ ലില്ലാഹി തആല, നമ്മുടെ കൂട്ടത്തിൽ റജുലുണ്ട് ഒരു ദിവസം അല്ലാഹു തആലക്ക് വേണ്ടി ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂ മൂസ അശ്അരി മറ്റേ ചങ്ങായിനോട് പറഞ്ഞത് എടുത്ത് പറഞ്ഞത്. ഫമാ സാല യഖൂലുഹാ, അത് തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഹത്താ തമന്നൈതു അന്നൽ അർള സാഖത്ത് ബീൻ, എന്നുവെച്ചാലോ ഭൂമി എന്നെ താഴ്ത്തി കഴിഞ്ഞാൽ മതി മേലെ തോന്നിപ്പോയി. وقد روى الطبراني بإسناد رجاله رجال الصحيح, തബറാനിന്റെ റിവായത്താണെങ്കിലും ഇത് ആ കൊതിച്ചതിൻ്റെ വായന എന്താണെന്ന് അത്ര വ്യക്തമാകുന്നില്ല. ഇത് അത് തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ കേട്ട് ഇപ്പം തമന്നയിത്തു സാഖത്ത് ബീനായി റാസത്ത് ബീൻ ഇതിനെ കുറേ കേട്ട വിഷയമാണ്. ചരിത്രകാരന്മാർ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഖിസ്സത്ത് ഉമൈർ ബിൻ വഹബിൽ ജുമഹി, വലിയ അറിയപ്പെട്ടല്ലേ. ലമ്മ തകഫന മുബ ഒറ്റവാക്കി ചുരുക്കിയെന്ന്. ഇത് ബദർ യുദ്ധത്തിന് ശേഷമാണ്. എന്നിട്ടോ സഫ്വാൻ ബിൻ ഉമയ്യ ഉമൈർ ബിൻ വഹബും കൂടി കഅബത്തിന്റെ പരിസരത്ത് രഹസ്യമായി. എന്നിട്ടോ ഇതൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ സഫ്വാൻ എന്ന ഉമൈർ ബിൻ വഹബ് പറഞ്ഞെന്ന്, എനിക്ക് കുറച്ച് കടവും ബാധ്യത ചില കുഞ്ഞുകുട്ടികളില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോയിട്ട് നക്കി കൊന്നിട്ട് നിങ്ങളെല്ലാം സന്തോഷിപ്പിക്കാമായിരുന്നു. വാളെടുത്തിട്ട് പോയിട്ട് ആ കിട്ടിയ ചാൻസ് ആരുപയോഗപ്പെടുത്തി സഫ്വാന്, നിന്റെ കടമൊന്നും പഠിക്കണം, എല്ലാം വിടാൻ പെടാൻ ഞാൻ തയ്യാറ്. എൻ്റെ മക്കളെ കൂട്ടത്തിൽ വെച്ച് ഞാൻ പോറ്റുകയും ചെയ്യും. അതുകൊണ്ട് നീ സംഗതി നിർവഹിക്കുന്നു. അപ്പോൾ കരാർ കൊടുത്തില്ലേ? അതെന്നെ ക്യാബ് മസ്ജിദുൽ ഹറാം മുഴുവൻ നടന്നു നോക്കില്ല, ആരും കേടുന്നുണ്ടോ ഇത് ആരും കാണാണ്ടിരിക്കാൻ. അതാണ് സഫ്വാൻ ബിൻ ഉമയ്യ കടം വീട്ടാൻ വേണ്ടി വെച്ച് നഫഖത്തു ഇയാലിഹി, മക്കളെ നഫഖയും. എന്തിനാണ്? അപ്പം ഉമൈർ എന്താ ചെയ്യേണ്ടത്? അലാ യഖ്തുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വേണ്ടിയിട്ട്. വഅസർറാ ദാലിക ബൈനഹുമാ, ഇത് ഉപന്നാക്കി ചരിത്രം അങ്ങനെ ഒറ്റ ചുരുക്കലാണ്. ഇത് ഒരു ഓർമ്മക്കുറിപ്പ് പോലെ ആക്കി. അത് രണ്ടാളും രഹസ്യമാക്കി വെച്ചു. സുമ്മ ദഹബ ഉമൈറുൻ, പിന്നെ ഉമൈർ പോയി മുതവശ്ശിഹൻ സൈഫഹു അൽ മസ്മൂമ,
വിഷത്തിൽ ഊട്ടപ്പെട്ട വാളുമായിട്ട് മദീനയിലേക്ക് ഫസ്തഅദന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ചു. ഫഅദിന ലഹു, സമ്മതം കൊടുത്തു. ഫഖാല ലഹു, എന്നിട്ട് ചോദിച്ചു, മാ ജാഅ ബിക ഉമൈറേ, എന്താ വന്നത്? ഫഖാല ജിഇതു ലിഹാദൽ അസീർ അല്ലദീ ഫീ ഐദീകും, നിങ്ങളെ തടങ്കലിൽ എൻ്റെ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുണ്ട്, ഓരോ കാര്യം സംസാരിക്കാനാണ്. സൈഫി, അപ്പൊ ഈ ബാളെന്തിനാന്ന് വെച്ച് അജന്ത് വാളി അങ്ങനെ എത്ര വാളുണ്ട്. ഈ ബാൾ കൊടുത്ത യുദ്ധത്തിന് വന്നിട്ട് എന്തും കൂടെ നേടിയിട്ടുണ്ടാ എന്നൊക്കെ പറഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നേര് പറയണം, ഇതെന്താ വന്നേന്ന് പറ. മല്ലദീ ജിഅ്തലഹു ഖാല മാ ജിഅ്തു ഇല്ലാ ലിഹാദാ, ആ മുഴിപ്പിക്കാൻ വേണ്ടി പറയാൻ. ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബലാ, കാബത്തിന്റെ അവിടെ ഹിജ്റിൽ നീയും സഫ്വാനും ഇരുന്നു. ഖുറൈശികളിൽ നിന്ന് കിണറിൽ കുഴിച്ചു മൂടിയ ചുരുങ്ങന്മാർ ഓറപ്പറ്റി സംസാരിച്ചു. എനിക്ക് കുറച്ച് കടബാധ്യതയും എൻ്റെ അയ്യാലും ഇല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വേണ്ടി ഞാൻ പുറപ്പെടുമായിരുന്നു എന്ന് സാരോട് പറഞ്ഞു, സഫ്വാനോട്. തഹമ്മല സഫ്വാനു ലക്ക, സഫ്വാൻ ഏറ്റെടുത്തു. ബിദൈനിക വഅയ്യാലിക അലാ തഖ്തുൽ, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലേ പറഞ്ഞ്. വല്ലാഹി ഹായിലും ബൈനി വബൈന ദാലിക, അതിവിടെ നടക്കൂല, അതിനിടയ്ക്ക് അല്ലാഹു തആല നടത്തപ്പെടുത്തുന്നു. ഉമൈർ ഫഖാല ഉമൈർ അശ്ഹദു അന്നക റസൂലുള്ളാഹ് ഖദ് കുന്നാ യാ റസൂലല്ലാഹ് നുകദ്ദിബുക ബിമാ കുൻത തഅതീനാ ബിഹി മിൻ ഖബരിസ് സമാ, ആകാശത്തിൽ നിന്ന് വാർത്ത വരാറുണ്ട് എന്ന് നിങ്ങൾ പറയുന്നില്ലേ, അത് നമ്മൾ പണ്ട് കളവാക്കിയിരുന്നു. വമാ യൻസിലു അലൈക മിനൽ ബഹീന, തങ്ങൾ ഇറങ്ങുന്ന കാര്യമൊന്നും അനുസരിച്ച്. വഹാദാ അംറുൻ ലം യഹ്ളുറു ഇല്ലാ അന വസഫ്വാൻ, ഈ പറഞ്ഞ കാര്യത്തിൽ ഞാനും സഫ്വാനുമല്ലാത്ത മൂന്നാമത്തെ ഒരാളവിടെ ഉണ്ടായിരുന്നില്ല. അത് അല്ലാഹു തആല അറിയിച്ചു തന്നെല്ലാം, അല്ലാത്ത വേറാരും ഒരു വിധത്തിലും അറിയാൻ സാധ്യതയില്ല എന്ന് ഞാൻ സത്യം ചെയ്യുന്നു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനി ലിൽ ഇസ്ലാം. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഈ കൂട്ടത്തിലുള്ള ഒരാളെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പം അപരിചിതന ഒരാളെ പൊടികൂടിയല്ലോ, നോക്കുമ്പോൾ കടാരി ചാൻസ് കിട്ടാൻ കുത്താൻ വേണ്ടി സഹാബികൾ പൊടികൂടി. നമ്മൾ ഇന്നാണ് ഓതിനത്. എന്നിട്ട് പൊടികൂടിയപ്പം ചോദിച്ചത് എന്താന്ന്, അത് അബൂ സുഫിയാൻ ഏൽപ്പിച്ചതാണ്, ജസ്റ്റ് മറ്റ് സബ്സി കയറിയിട്ട് കൊല്ലണം, അത് നടക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ടാണല്ലോ ഹറമീനെ അയച്ചത് അബൂ സുഫിയാനെ പിടിക്കാൻ വേണ്ടിയിട്ട്. കുറേ സംഗതി പറഞ്ഞിട്ടുണ്ട്. وروى ابن سعد وغيره عن عبد الله بن ابي بكر بن حزم رضي الله عنه قال خرج النبي صلى الله عليه وسلم وابو سفيان جالس في المسجد. തങ്ങൾ വരുമ്പോൾ അബൂ സുഫിയാൻ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. فقال له ابو سفيان في نفسه ما ادري بما يغلبنا محمد صلى الله عليه وسلم. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെല്ലാം ജയിച്ചടക്കുന്ന എന്തുകൊണ്ടാണെന്ന് തിരിയുന്നില്ല. അതിന്റെ പിന്നിൽ എന്തുണ്ട്? ഉടനെ ഫാത്താഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് ഫഖാല ബില്ലാഹി നഗ്ലിബുക, അല്ലാഹനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, നിന്നെ മറികടക്കുന്നത്. ഫഖാല അബൂ സുഫിയാൻ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. وروى ابن هشام وغيره أن فضالة بن عمير الملبح هم أن يقتل رسول الله صلى الله عليه وسلم, കൊല്ലാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചു. വഹുവ യതൂഫു ബിൽ ബൈത്തി അമൽ ഫത്ഹി, മക്ക ഫത്ഹായ കൊല്ലം കഅബ തവാഫ് ചെയ്തു. ഫലമ്മാ ദനാ മിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കലെത്തിയില്ലേ, ഖാല ലഹു, തങ്ങൾ ചോദിച്ചു, യാ ഫളാല, ഇത് ഫളാലയല്ലേ, യാ ഫളാല എന്ന് വിളിച്ചു. ഫഖാല നഅം യാ റസൂലല്ലാഹ്. فقال قال صلى الله عليه وسلم ماذا كنت تحدث به نفسك, നിന്റെ നഫ്സിൽ എന്തോ തോന്നിയിട്ടുണ്ടല്ലോ അല്ലേ? قال لا شيء كنت اذكر الله تعالى, ഞാൻ ദിക്ർ ചെയ്യാൻ. فضحك رسول الله صلى الله عليه وسلم, ചിരിച്ചിട്ട് ثم قال استغفر الله, ഉടനെ ഇസ്തിഗ്ഫാർ ചൊല്ലി തന്നു.
ഐ മിമ്മ ഹദ്ദസ ബിഹി നഫ്സ്, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം കൊണ്ട്. വഖൗലുക ലാ ഷൈ, അതൊരു ലാ ഷൈ എന്ന് പറഞ്ഞപ്പോൾ കളവയില്ലേ? അപ്പം രണ്ട് പ്രശ്നമുണ്ട്. പിന്നെ സുമ്മ വദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈവച്ച് അലാ സദരി ഫളാലത്തിൻ്റെ സദറിൽ കൈവച്ചിട്ട് ഫസക്കന ഖൽബുഹു, അപ്പോൾ കൽബ് സമാധാനിച്ചു. ഐ സബത ഫീഹിൽ ഇസ്ലാം മഹബ്ബത ഖൈലൽ അനാം, ഇസ്ലാം ഉറക്കുകയും തങ്ങളോടുള്ള മഹബ്ബത്ത് ആടെ സ്ഥിരപ്പെടുകയും ചെയ്തു. ഫകാന ഫളാലത്ത് പറയുന്നു, വല്ലാഹി മാ റഫഅ യദഹു അൻ സദരി, എൻ്റെ സദറിനെ തൊട്ട് തങ്ങൾ കൈ ഉയർത്തിയിട്ടില്ല. ഹത്താ മാ ഖലഖല്ലാഹു ശൈഅൻ അഹബ്ബ ഇലയ്യ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെക്കാൾ പ്രിയങ്കരമായ ഒരാൾ അല്ലാഹു പടച്ചിട്ടേ ഇല്ലാത്ത കോലത്തിലായി മാറിയത്. അപ്പോൾ ഈ മുത്തക്കബ്ബിർ ജബ്ബാറിനെ പറ്റി എന്താ പറയുക? എന്താന്ന് പറഞ്ഞ മറുപടി ഐറ്റിങ്ങളെ അത് കേട്ട് അംഗീകരിക്കുന്നവരുടെ മറുപടി എന്തായിരിക്കും? ഖാല ഫളാലത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറജഅതു ഇലാ അഹ്ലി, എൻ്റെ അഹലിലേക്ക് ഞാൻ പോയി. ഫമറർതു ബിംറഅത്തിൻ കുന്തു അതഹദ്ദസു ഇലൈഹാ, അങ്ങനെ ഞാൻ പണ്ട് കണ്ട സംസാരിക്കാറുള്ള ഒരു പെണ്ണുങ്ങളുടെ ഇടയിൽ കൂടി പോയി. ഫഖാലത്ത്, പെണ്ണുങ്ങളുടെ മുൻ അലുമ്മ ഇലൽ ഹദീസ്, നമുക്ക് സംസാരിക്കാൻ കുറച്ച് ഇങ്ങോട്ട് വാ, പണ്ടത്തെ അവസ്ഥയില്ലേ. ഫഖാല ഫളാലത്ത് പറഞ്ഞു, ഖാലത്ത് അലുമ്മ ഇലൽ ഹദീസ് ഫഖുൽതു ലാ, ഞാൻ വരൂല. അത് പദ്യാന്ന്. قالت هلم إلى الحديث فقلت لا يأبى علي الله والإسلام, നീ അന്യപ്പെടാന്ന് നിന്നോട് സംസാരിക്കലിന് തൊട്ട് അല്ലാഹു തആല വിരോധിച്ചിട്ടുണ്ട്, ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എന്ന്. ഇനി ഞാനൊരു സംസാരില്ല. ലൗ മാ റഅയ്തി മുഹമ്മദൻ വഖബീലഹ ബിൽ ഫത്ഹി യൗമ തുകസ്സറുൽ അസ്നാം, മക്കം ഫത്ഹിന്റെ അന്ന് അസ്നാബുകളെല്ലാം തല്ലിയൊടുക്കപ്പെടുന്ന ആ ദിവസവും അന്നത്തെ സന്ദർഭം നീ കണ്ടെങ്കിൽ എന്താവും? റഅയ്തി, പെണ്ണിനോടല്ലേ പറഞ്ഞത്. അതിൻ്റെ ജവാബ് എന്താ? ലറഅയ്തി ദീനല്ലാഹി അദ്ഹാ ബയ്യിന വശ്ശിർകു യഗ്ശ വജ്ഹഹുൽ ഇദ്ലാം, നീ കാണും അല്ലാഹുവിൻ്റെ ദീൻ വെളിപ്പെട്ടതായിട്ടും ശിർക്കിൻ്റെ മുഖത്ത് ഇരുട്ട് പൊതിഞ്ഞതായിട്ടും കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. അത് പദ്യാന്നത്. ആള് രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹരക്കത്ത് ഫലാലാന്ന് ഹരക്കത്ത് കൊടുത്തിട്ടുണ്ട്. നിശാബത്ത് നോക്കാനാ പറഞ്ഞത്. ബാക്കി പിന്നെ എത്തിക്കാൻ മുട്ടും. അൽ വജ്ഹു സാമിനു, എട്ടാമത്തെ വജ്ഹ് ഇത്ലാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഉമൂരിൽ ഖൽബിയ്യതി, ഖൽബിയായ കാര്യങ്ങൾ, മറച്ചുവെച്ച കാര്യങ്ങൾക്ക് തങ്ങൾ വെളിപ്പെടുകയും വൈജാബത്തുഹു സായില ഖബ്ല സുആലിഹി, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്താക്കുന്നത്? ഇന്നതിനാ വന്നത്. വഹാദാ ബാബും വാസിഉൻ, ധാരാളം പറയാനുണ്ട്. فمن ذلك ما رواه الإمام أحمد عن وابصة بن معبد رضي الله عنه قال أتيت النبي صلى الله عليه وسلم ഞാൻ പോയി. وأنا أريد ألا أدع شيئا من البر والإثم إلا سألته عنه, ഗുണകരമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, കുറ്റകരമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കല്ലാതെ ഒന്നും ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. ഫഖാല ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദുനു യാ വാബിസ, അങ്ങനെ അടുത്തു വാ. ഫദനൗതു മിന്നു, അങ്ങനെ അടുത്ത് പോയി. ഹത്താ മസ്സത്ത് റുകുബത്തി റുകുബത്തഹു, മുട്ടും തമ്മിൽ മുട്ടുന്ന അടുത്തെത്തുന്നത് വരെ പോയി. ഫഖാല യാ വാബിസ ഉഖ്ബിറുക ബിമാ ജിത തസ്അലു അൻഹു ഔ തസ്അലുനി, നീ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, നീ ചോദിക്കുന്നോ ചോദിക്കാതെ ഞാൻ ഉത്തരം പറഞ്ഞു എന്നോന്നാ ചോദിച്ചത്. അതാ തസ്അലു തസ്അലുനി, അതായത് നീ ചോദിക്കാൻ ഉദ്ദേശിച്ച് വന്ന കാര്യം അങ്ങോട്ട് പറയണോ അല്ല നീ ചോദിച്ചിട്ട് വരണോന്നാണ് ചോദിച്ചത്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അഖ്ബിർനി, എന്താന്ന് അതൊരു യഖീൻ വർദ്ധിപ്പിക്കാനുള്ളൊരു കാര്യമല്ലേ. ജിഇത തസ്അലുനി അനിൽ ബിർരി വൽ ഇസ്മി, ബിർറ് ഇസ്മി ഈ രണ്ട് ബാബുകൾ ചോദിക്കാനല്ല വന്നത്. ഖുൽതു നഅം, അതെ. തങ്ങളെ മൂന്ന് പേകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഫജഅല യൻകുതു ബിഹാ ഫീ സദ്രി, എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കുത്തുന്നു.
ഫഖാല യാ വാബിസ ഇസ്തഫ്തിഖ് നഫ്സക, നിന്റെ നഫ്സിനോട് നീ ഫത്വ തരണം. കാരണം മനസ്സാക്ഷി ഫത്വ വന്നിട്ട് ഫത്വയുണ്ട്. എന്ത് പറഞ്ഞാലും മനസ്സ് ചിലപ്പോൾ എന്താക്കൂല, മനസ്സാക്ഷി കുത്താടുണ്ടാവും. അൽ ബിർറു, ബിർറ് എന്ന് പറഞ്ഞാൽ മത്മഅന്നത്ത് ഇലൈഹി നഫ്സ്. ആ നഫ്സ് ഏതാണെന്നാണ് ഖത്താൽ ഇമാം ഹിയ്യൽ പറഞ്ഞത്. ഖബായിസുകളൊക്കെ ശുദ്ധമായ നഫ്സിന് ഹക്കേ സ്വീകരിക്കുള്ളൂ എന്നൊരു അവസ്ഥ വരും. അപ്പൊ ആര് 101 പറഞ്ഞു കഴിഞ്ഞാലും ഫത്വ കൊടുത്തു കഴിഞ്ഞാൽ ആ കൽബ് സമ്മതിക്കൂല, അതിന് കീഴ്പ്പെടൂല. അതാ. അപ്പൊ അന്നഫ്സ് അലിഫിലാമുള്ള നഫ്സാത്, അതിന് മുത്തമയിന്നായത് ബിർറായിരിക്കും. വതമഅന്ന ഇലൈഹിൽ ഖൽബ്, അതുപോലെ കൽബ് അതിന് സമാധാനിച്ചിട്ടുണ്ട്. വൽ ഇസ്മ എന്ന് പറഞ്ഞാൽ മാ ഹാക ഫിൽ ഖൽബി, കൽബിൽ അതിങ്ങനെ ചോർച്ചലുണ്ടാക്കിയിട്ട് വതറദദ ഫിസ്സദിൽ, അത് വേണോ വേണ്ടിയോ. അപ്പൊ സാധാരണ ഖബായിസ് കൊണ്ട്, ഹസദ് കൊണ്ട്, കിബറ് കൊണ്ട്, ഹുബ്ബുദ്ദുനിയ കൊണ്ട് നിറക്കപ്പെട്ട നഫ്സല്ല ഈ പറഞ്ഞിരിക്കുന്നതെന്നാണ്. അത് മുറുക്ക് എല്ലാം ഒരു കുല്യായ കായികയെ പറഞ്ഞത്. അപ്പൊ അന്നഫ്സിന് എന്താർത്ഥം കൊടുക്കണം? പ്രത്യേക ഒരു ക്വാളിറ്റിയുള്ള നഫ്സ്, ഇതല്ലാണ്ട് നഫ്സുൽ അമ്മാറത്തല്ല. അത് ഹയ്യയിലെ വ്യാഖ്യാനിച്ചല്ലോ. ഹദീസിനെ അല്ലാഹു കണ്ടിട്ട് മഞ്ചിനാ ബണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അസിലുണ്ടാവും, പക്ഷെ കറം മൂടിയാൽ ആ മനസ്സിൽ തെളിയൂല, അതിന്റെ സ്വാധീനത്തിൽ പെട്ടുപോയി. അസ്ലിൽ ഫിത്രത്തിൽ ഹക്കേ സ്വീകരിക്കുള്ളൂ എന്നുള്ള നിലക്കാണ് നമ്മളുള്ളത്. അത് ഹയ്യല് അന്ന് സബക്കിങ്ങും കൂടിയിട്ടാൽ മതിയില്ല. ജനങ്ങൾ പത്ത് തരൂ, അതല്ല ഇതല്ല ഒന്നും പറ്റും. അഫ്തൗക്ക, അവർ വീണ്ടും പത്ത് തരും, പക്ഷെ എൻ്റെ മനസ്സ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. الوجه التاسع 9 وجه بشائره الغيبية, ഗൈബിയായ ചില സന്തോഷ വാർത്തകളുണ്ട്. ഫഅൻ അബ്ദുല്ലാഹി ബിൻ ബുസ്രി റളിയല്ലാഹു അൻഹു ഖാല വദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു അലാ റഅസി, തങ്ങളുടെ തലക്ക് കൈവച്ചിട്ട് പറഞ്ഞു, യഈശു ഹാദൽ ഗുലാമു ഖർനാ, ഈ കുട്ടി 100 വയസ്സ് ജീവിക്കുന്നു. നോക്കുമ്പോൾ ഫാശമിയതസന, 100 കൊല്ല ജീവിച്ചത്. വകാന ഫീ വജ്ഹി സുഹുലൂലുൻ, ഒരു മുഖക്കുരു സുഹുലൂൽ. ഫഖാല ലാ യമൂതു ഹത്താ യദ്ഹബ സുഹുലൂലു മിൻ വജ്ഹിഹി, ഈ മുഖക്കുരു മുഴുവനും മാറിയിട്ടല്ലാതെ മരിക്കൂല എന്നുള്ളത്. ഫലം യമുത് ഹത്താ ദഹബ സുഹുലൂലു മിൻ വജ്ഹിഹി, മുഖത്ത് നിന്ന് അത് മുഴുവനും വന്നിട്ടെല്ലാടും വെച്ചിട്ടില്ല. അപ്പൊ 2 കാര്യം അവിടെ പുലർന്നു. ഇനി മുമ്പേത്തെ ആയത്തിലേക്കാ പോകുന്നത്. അത് പിടിച്ചിട്ട് ഗൈബ് അറിയൂല എന്നല്ല, അറിയൂന്നാ കിട്ടല്. ഗൈബ് അറിയാതിരിക്കാനുള്ള തെളിവല്ല. അതാക്കും ഫഹദാൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇഷ്ടത്തിനെ വായിക്കൂല. അങ്ങനെ പറഞ്ഞു നോക്കാം. വലാ തഖറബുസ്സലാത്ത, നിസ്കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അടുക്കാൻ പോലും പാടില്ല. അപ്പുറം ഉണ്ട് വന്തും സുക്കാറ എന്ന് വായിക്കാണ്ട്. ജമാന ബഷറും മിസ്ലുക്കും യുഹൈലയ്യ വായിക്കൂല. പണ്ട് എന്താ ഒരു കിതാബ് നിബാറത്തിൽ കമറ്റിൻ്റെ മേലെ പരിസരത്ത് ഖുർആനോത്തുകൊണ്ട് ഷോലാവുന്നുണ്ട്, ബിദഅത്തും മുൻകറത്തും എന്നുണ്ട്. നമുക്ക് സംശയമായി, അങ്ങനത്തെ ഒരു ഇമാം അങ്ങനെ പറയോ? നമുക്ക് ഇമാമിനെ പറ്റി നമുക്കറിയാലോ. ഞാൻ സാലിയും കൂടി പറഞ്ഞു നോക്കുമ്പോൾ തോട്ടവും കൊണ്ട് വമ്മാക്കിയില്ല. ആ കീലന്റെ മക്കൂലാണ്. അതായത് ഖബറിന്റെ അവിടെ ഓതാൻ വേണ്ടി ബിദഅത്തും മുൻകറത്താണ് എന്ന് പറയപ്പെട്ട ഒന്ന് മർദൂദ്, അത് വലിച്ചെറിയണോ എൻ്റെ ഖബർ, അത് കളഞ്ഞു. എന്നിട്ടാ പറയുന്നത് തസ്ബീഹ് ചെല്ലുന്ന പച്ചമരങ്ങൾ തസ്ബീഹ് ചെല്ലുന്നതുകൊണ്ട് തസ്ബീഹ് ഉണ്ടെന്നല്ലേ. അപ്പൊ ഇഖ്തിയാരില്ലാത്ത നബാത്തും ജമാദാത്തിന്റെ തസ്ബീഹ് കൊണ്ട് തസ്ബീഹ് കിട്ടുമെങ്കിൽ ഒരു മോമിനായ മനുഷ്യൻ മഹബത്തോടുകൂടി യഖീനോടുകൂടിയിട്ട് നുസ്ഹോടുകൂടി അള്ളാഹുവിന്റെ കലാം വ്യക്തമായി ഒഴിയാൽ ഔലാ ഖിയാസ് കൊണ്ട് എന്താകും, കിട്ടുമെന്ന് വന്നല്ലോ എന്ന് അപ്പുറം പറയുന്നുണ്ട്. ഇതെല്ലാം കട്ടുവെച്ചിട്ട് എന്താക്കി. പണ്ട് മെഹന്തിമാലയിൽ നമ്മളിലൊരു മെഹന്തിമാല ഉണ്ടെന്ന് കാണിച്ചില്ലേ? നോക്കുമ്പോൾ തമിഴിൽ നിന്നാന്നുള്ളത്. തമിഴിലൊരു മെഹന്തിമാലുണ്ട്, അത് പാടാൻ പാടില്ല എന്ന്. ഇന്നത്തെ നമ്മളെ പാട്ട് നമ്മളാ. മുസന്നിഫ് ഫഖറുദ്ദീനങ്ങളെ കിതാബ്, അത് പത്രത്തിൽ വലിയ ഔട്ട് കൊടുത്തിട്ടുണ്ട്.
കണ്ണൂർക്കാരനായ വലിയൊരു ആലിമായ സയ്യിദിന്റെ ഫത്വ പ്രകടിപ്പിക്കൂ. ഫഹ്റു ഞങ്ങൾ കണ്ണൂർക്കാരനാ? ഫഹ്റു ഞങ്ങൾ എവിടെയൊന്ന് കണ്ണൂരാ? കണ്ണൂര് ഉപ്പിയും ഉപ്പാപ്പയും കണ്ണൂർ ഒപ്പാത്തായി കിടക്കുന്നേ ഉള്ളൂ. ഫഹ്റു നിങ്ങളുടെ ഇടയെന്ന് പാടൂരാ ഉള്ളത്, ചാവക്കാട്ടിന്റെ അക്കര. ഓറ ഉപ്പയാണ് ഇബ്രാഹിം ബഷക്കര, എന്നത് കണ്ണൂർ ഒപ്പാത്തായിട്ട് കിടക്കുന്നത്. ഓറ ഉപ്പപ്പയാന്നാര് സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ. ഉമ്മാന്റെ ഭാഗത്തെ കൂടി ജദ് കണ്ണൂർക്കാരനല്ല. പോട്ടെ, അത് തെറ്റി വെച്ചാട് പോട്ടെ, നമ്മൾ തൂങ്ങണ്ട. കണ്ണാടിക്കൂട്ട് തൊടാൻ പെടില്ല. ഈ പത്രത്തിൽ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലേ. ഞാനും ചീക്കോട് അലിമൂലാറും പുറക്കാട്ടിൽ അബ്ദുസമദ് മൂലാറും കൊണ്ട് എന്തൊക്കെ ചാവക്കാട്ടേക്ക് തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഫത്വ പള്ളിയിൽ പോയി ചെയ്താൽ മൂലാരോട് വന്നു. അപ്പം പ്രവർത്തനങ്ങളെ കയ്യെത്തുണ്ട്. തമിഴിൽ ഒരു മുഹീദ്ദീൻ മാലയുണ്ട്, അതിൽ നിന്നും പിഴവുള്ളതുകൊണ്ട് പാടാൻ പാടില്ല എന്ന് അറിയിക്കുന്നതാണ്. ആ തമിഴിൽ നിന്നുള്ള എന്താക്കി നമ്മളിൽ നിന്നാക്കി. അപ്പം എന്താ ഖാദി അഹമ്മദിന്റെ അതെ ഷക്കിലാടെ നിർത്തിയിട്ട് ഒരു മൈക്കിനെ വായിച്ചാൽ മതിയല്ല. ഇന്ന് പാടുന്ന മാല മുഹീദ്ദീൻ മാല, നഫീസത്ത് മാല, ബദ്ർ മാല, ഇതിലൊന്നും എല്ലാം തെളിയിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതെടുത്ത കിതാബിന്റെ പേര് പറയുന്നുണ്ടല്ലോ. ഇന്ന 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 കിതാബിൽ നിന്ന് എടുത്തെന്നാണ് പറഞ്ഞ് എത്തിൽ പറയുന്നത്. നഫീസത്ത് മാല പണ്ടേ കേട്ടതും തന്നെയാണ്. ബഷീർ സദ് കേട്ടിട്ടില്ല? നിങ്ങളെ മദ്രസയിൽ നിന്ന് അത് പെണ്ണുങ്ങന്മാർ കഴഞ്ഞ അലമുറി ഇട്ടു. അതുപോലെ പറയാനാകുന്നില്ല. ആയത്തിനെ കുറിച്ച് വിവരിക്കാനാണ്. എന്തിനാന്ന് മറ്റേ റൈബിഹി ഇല്ലാ മനുത്തത പറഞ്ഞില്ലേ? അതിനോട് കൂടെ മനുത്തതാൻ്റെ റാക്കെന്താ കൊണ്ട് എന്തുകൊണ്ട് കസറിന് ശേഷം ആക്കിയും വന്നില്ല. അതെ, ഒന്ന് രണ്ട് കലിമത്ത് എന്താ രണ്ടെണ്ണായി? മണ്ണുള്ളത് ഹർഫല്ലല്ലോ, ഇസ്മ് നിർത്തത മാതയാ വീട്. മറ്റൊന്ന് മണ്ണിന്റെ സാക്കി മാറ്റിയിട്ട് ബസ്സിന് വേണ്ടിയിട്ട് കസർ കൊടുത്തതെന്ന്. അപ്പൊ ഒറിജിനൽ കസറല്ലത്. ഔകാനത്തിൽ കസറത്തു ലൈസത്ത് അസ്ലാ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ രണ്ട് കാരണം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പോവോ എന്തെങ്കിലും പാമ്പിനെയൊക്കെ എത്തണമെങ്കിൽ 10 മിനിറ്റ് തോന്നുന്നു. ഒന്നാമതും കൂടെ വിട്ടേക്കാം. റബീഉൽ അവ്വൽ മാസമല്ലേ? തങ്ങളെ മധുര പറയാനായിട്ട് അന്ന് ഉണ്ടാക്കിയ മാസമാണ്. ഇനി ദിക്ർ ഹൗലൽ ആയത്തിൽ മുത്തഖദ്ദിമ, മുമ്പ് പറഞ്ഞ ആയത്തേതാണ്? ഖൗലുഹു തആല ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ മിൻ റസൂൽ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ എന്ന് പറഞ്ഞാൽ ഫഇന്നഹു സുബ്ഹാനഹു വതആല ബയ്യന ലിഇബാദിഹി, അടിമകൾക്ക് അല്ലാഹു തആല വെളിവാക്കി കൊടുത്തു, അന്നഹു ഹുവല്ലദീ യഅലമുൽ ഗൈബൽ മുത്ലഖ, മുത്തലക്കായ ഗൈബിനെ അറിയുന്നവനാണ് എന്ന്. ഏത് വാക്കുകൊണ്ട്? ആലിമുൽ ഗൈബ്. മുമ്പ് പറഞ്ഞ വ്യാഖ്യാനം എന്താക്കണം? കലിമത്തുമായിട്ട് ഒപ്പിക്കണം. ആലിമുൽ ഗൈബി കണ്ടാ, ഇൽമൻ ദാതിയൻ ലാ നിഹായത ലഹു, അതിന് അറ്റമില്ല, ദാതിയായ. മറ്റേതോ അർദിയം. കമാ ഖാല ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. അതാ ലാ യഅലമുന്റെ മഫ്ഊൽ ഏതാണ്? അൽ ഗൈബ. ഫായിൽ ഏത്? മൻ ഫിസ് സമാവാതി വൽ അർദി. അപ്പോൾ ആകാശഭൂമിയിലുള്ള അറിയൂല ഇല്ലല്ലാഹ്, ഗൈബിനെ അറിയില്ല ഇല്ലല്ലാഹ് അല്ലേ? അത് ഒരു ആമായ വാക്ക്. അവിടെ മാത്രം നിർത്തിയാൽ പോരെ, അതിൽ നിശ്ചിത ഉണ്ടോന്ന് നോക്കണ്ടേ? വഖാല തആലാ ലഹു ഗൈബുസ് സമാവാതി വൽ അർദി എന്ന് പറഞ്ഞു. വഖാല തആലാ വഇന്നഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു എന്ന് പറഞ്ഞു. ഇതെല്ലാം അല്ലാഹുവിൻ്റെ ജലാലത്ത് അറിയിച്ചു. ആ ഷമ്മാസിൽ പങ്കെടുക്കുന്നില്ല. എന്തെന്നാണിത്? മഴ മിറ്റത്താണെന്നുണ്ടല്ലോ. وقد أخبر سبحانه وتعالى في هذه الآية الكريمة
ഈ ആയത്തുകൊണ്ട് അല്ലാഹു തആല അറിയിച്ചത് അന്നഹു യുളിഹിറു അലാ ഗൈബിഹി, അള്ളാഹിനെ കൊള്ള ചേർക്കപ്പെട്ട ഗൈബ്, അതാ ഗൈബിഹി ഇലാഫത്ത് അറിയിക്കുന്നതാണ്. ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട് അള്ളാഹിനെ കൊള്ള ഇലാഫത്ത് ചെയ്യുകയോ അല്ല അൽ ഗൈബ് കൊടുക്കുകയോ ചെയ്യാൻ മുത്തലക്കായ ഗൈബാണ്. മുത്തലക്കായ ഗൈബ്, അതിന് ഗൈബുൽ ഗൈബ് എന്നും പറയുമ്പോൾ പടപ്പോടെ അറിവിനെ തൊട്ട് അള്ളാഹു തആല പൂർണ്ണമായി മറച്ചു വെച്ചതാണ്. ചിലതാണ് അലാമത്തുള്ള ഗൈബുണ്ടാകും. അപ്പം അത് ഹീന പറഞ്ഞു ഇലാഫത്ത് ചെയ്തു. റസൂലിനാൽ അല്ലാഹു തആല പൊരുത്തപ്പെട്ടാക്ക്. അപ്പം ഗൈബിൽ നിന്ന് അല്ലാഹു തആല ഇത്ലാ ചെയ്യും. ഉദ്ദേശിച്ചത് കാര്യം ഹസ്ബൽ ഹിക്മത്തിൽ ഇലാഹിയ്യ, ഇലാഹിയ്യ ഹിക്മത്ത് തേടുന്ന എന്താണോ, എന്തറിയിച്ചു കൊടുക്കണം, എത്ര അറിയിച്ചു കൊടുക്കണം, അതനുസരിച്ചിട്ട്. അപ്പൊ ദാത്തിയായ അറിവല്ലത്. ഫഖദ് അത്തലഹു അല്ലാഹു സുബ്ഹാനഹു വതആല സയ്യിദന ഈസാ അലൈഹിസ്സലാമിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അലാ ബഅദൽ മുഗയ്യബാത്ത്. അതെന്താ? ലിയകൂന ദാലിക ആയതൻ അലാ സിദ്ഖി നുബുവ്വത്തി, നുബുവ്വത്തിന്റെ സിദ്ഖമൽ അറിയിക്കാനും വഹുജ്ജത്തൻ അലാ ഖൗമിന്റെ എതിരെ ഹുജ്ജത്താകാനും. എന്നിട്ടോ ഫഖാല തആല വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ എന്തെല്ലാം ഭക്ഷണം കഴിക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും പത്തായത്തിലും മറ്റും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞുതരാണ്. അത് ഒരുതരം ഗൈബാണ്. ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. അപ്പം ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നുള്ള തെളിവ് അതിലുണ്ടാവും എന്ന് പറഞ്ഞു. വിശ്വസിക്കുമെങ്കിൽ ഫഹുവ സുബ്ഹാനഹു വതആല യുത്ലിഉ റസൂലഹു അലൈഹിമുസ്സലാത്തു വസ്സലാം അലാ മാ ശാഅ മിനൽ മുഗയ്യബാത്ത്, മുഗയ്യബാത്തായ കാര്യങ്ങളെ മേലിൽ അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അതും മുക്തുള്ള ഹിക്മത്തി, അതുകൊണ്ട് അല്ലാഹുവെന്നല്ല. അങ്ങനെയാണ് മൗജൂദാകുമെന്ന് തന്നെ അള്ളാഹിനെ കൂടെ ചെയ്യിക്കുന്നില്ലേ? മറ്റേ ഉസാഫെല്ലാം എടുക്കട്ടെ, ഇൽമ വർദ്ധിക്കലും എല്ലാം എടുക്കട്ടെ, അള്ളാഹു മൗജൂദല്ലേ? സയ്യിദുൻ അംറും ബക്കറും ഖാലിദും മൗജൂദ്. അപ്പം എന്താക്കി മൗജൂദ് എന്നുള്ള സിഫത്തിൽ അള്ളാഹിട്ട് ഒത്ത് ശിർക്ക് വന്നിടോ, ഭയങ്കര ശിർക്ക്. ആദ്യം തന്നെ അള്ളാഹ്ക്ക് പറയപ്പെടുന്ന ചുമത്തപ്പെടുന്ന മൗജൂദിന്റെ മാന എന്താണ്? സയ്യിദും അംറും ബക്കറും ഖാലിദിനും മൗജൂദ് എന്ന് പറഞ്ഞ മാന എന്താണ്? വുജൂദ് എന്നുള്ളത് കുല്ലിയും മുഷക്കിക്കാണോ? ഒരു രണ്ട് കുല്ലിയില്ലേ, മുഷക്കിക്ക് മുത്തവാത്തി. ഏതാണ്? മന്ദിക്കിലില്ല. ഇപ്പൊ കുല്ലി രണ്ടിനുണ്ട്. മുഷക്കിക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥവ്യത്യാസം വരുന്നത്, ഗ്രേഡിലും അർത്ഥവ്യത്യാസത്തിലും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അർത്ഥവ്യത്യാസം വരുന്നത്. മുത്തവാദീന് എല്ലാവർക്കും തുല്യമായി പറയുന്നത്. അപ്പം അള്ളാഹു മൗജൂദൻ എന്ന് പറഞ്ഞ ഈ മൗജൂദ് അള്ളാഹു എന്ന മൗദൂഹിന്റെ മേലെ മഹമൂലാക്കി ചുമത്തിയ മൗജൂദിന്റെ മാന ഒരർത്ഥം വേറെയാണ്. സയ്യിദുൻ മൗജൂദുൻ എന്ന് പറഞ്ഞാൽ മൗജൂദിന്റെ മാന വേറെയാണ്. രണ്ടും ഒരേ ഗ്രേഡിലാണ് പറയുന്നതെങ്കിൽ അപ്പൊ അല്ലാഹു ആലിമുൻ, സയ്യിദുൻ നമ്മുടെ പള്ളിയിലും എല്ലാവർക്കും വലിയൊരു ആലിമാണ്. പോയി അതിനെക്കുറിച്ച് മന്തിക്ക് ഓതാൻ പറഞ്ഞാൽ ഓതുവോ? അതുമില്ലല്ല. ആരെയും പൊത്തു കൊടുക്കുന്ന ആള് ബുക്ക് വായിച്ചാൽ മതി. അപ്പൊ ബുക്ക് ഏറ്റുമതി ഏതാണോ? അപ്പൊ ഷാഫി ഇമാമിന് ഏറ്റുമതി ചെയ്യാൻ പറ്റാത്ത ഏതോ കിട്ടിയ ബുക്കാ ഏറ്റുമതി. ഇത് മന്തിക്ക് ഓതണ്ടെന്ന് ഞാനാ അതിന്റെ മറുപടി മുജമ്മി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരോദണം, ഏത് പ്രായത്തിൽ ഓതണം, എന്താവശ്യത്തിന് ഓതണം എന്നുള്ളതിലേക്ക് നോക്കിയാൽ ഓതണം. നമ്മളെ ബിലാലിനെ വിളിച്ചിട്ട് നീ മന്തിക്ക് ഓതാണെന്ന് എനിക്ക് മന്തിക്ക് ഓതാൻ അയച്ചില്ല, എനിക്ക് ആവശ്യമില്ല. ബിലാലിനെയും വിളിച്ചിട്ട് എന്താക്കാൻ നീ വാ നിങ്ങൾക്ക് ചെറുത്ത് നീ ബോധി തരാന്ന് പറഞ്ഞാൽ നീ നടക്കുമോ? ഇനി ഓതിയാക്കി ഇതിന് പ്രയോഗരംഗം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ കണപ്പാടാക്കി തത്തമപ്പാട്ട് പഠിച്ചെന്നല്ലാണ്ട് ഇതെന്തിനാണെന്ന് വിവേചിച്ചിട്ടില്ല. ലക്ഷ്യബോധം ഇല്ലാണ്ടെങ്കിൽ ആന്തരികമായിട്ട് ഓതിപ്പോയിരുന്നു. ഇത് ആട് ഷോക്ക് നോക്കല്ലേ, പക്ഷെ എടുത്തിട്ട് പ്രയോഗിക്കലിപ്പോ
അത് അലിയക്കൂനദാലിക ബയ്യിനത്തൻ അലാ സിദ്ഖി നുബുവ്വതിഹിം, അവരുടെ നുബുവ്വത്തിന്റെ സിദ്ഖ് തെളിയിക്കാനുള്ള ബയ്യിനത്താണത്. ഹൈസു ലം യകുൻ ദാലിക ബിവാസത്തതി ആലാത്തിൻ, അതെന്തെങ്കിലും ആലാത്തിന്റെ വാസിത്ത കൊണ്ടല്ല. മൊബൈൽ ഫോണിൽ കൂടിയും പക്ഷേ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് പണ്ട് തളിപ്പറമ്പിലുണ്ടായിരുന്നു ഒരാള്, അയാൾ ചെല്ലിപ്പടെല്ലാം ചെയ്യും. ഈ കരിമ്പം ചുഴലി കൂനം അവിടെ നിന്നെല്ലാം വരുന്ന സ്കൂൾ ഒന്നും വാഹനമൊന്നുമില്ലല്ല, സ്കൂളിൽ നിന്ന് പിള്ളേരെ വിളിക്കും. അവരെ അച്ഛനമ്മമാരെല്ലാം അറിയാം എന്താണ് കത്തിടക്കിന് പൂള പോയിഞ്ഞതും പിന്നെന്താ കൂട്ടാനൊന്നും അതുകൊണ്ട് പഠിക്കണേ. ഇങ്ങനെ പോകുന്ന ആളെല്ലാം മുടിച്ചിട്ട് എല്ലാം ശേഖരിച്ച് വെച്ച്. അപ്പം ഇവർ അമ്മമാരും കുടുംബക്കാരും എന്താക്കും, സാധനം ബുക്കം കൊണ്ടിരിക്കും. പിന്നെ പരക്കുള്ള സംഭവങ്ങൾ ഭാര്യനെ കലമ്പേത് കണ്ടുപിടിച്ച് വന്നിട്ട് അടിച്ചു എന്നെല്ലാം പറഞ്ഞ എല്ലാം പിള്ളേർ പറഞ്ഞു. ഇപ്പോൾ ഈ സാധനം ബുക്കാൻ കൊണ്ടുവരുമ്പോൾ ബാ 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 അങ്ങാടി ഒന്നും പോണ്ട, നമുക്കിവിടെ തന്നേന്ന് പറഞ്ഞിട്ട് നാക്കട വന്നു. അതിനൊക്കെ ഭാര്യന അങ്ങനെ തല്ലല്ലേ വൈബ് പറഞ്ഞില്ലേ. പിന്നെ സ്കൂളിലേക്ക് എന്താ പറയുന്നത്, പൂള നിന്നിട്ട് പോയാൽ പിള്ളേർ വേദനരാവണം പൈക്കൂലേ. ആ നമ്മൾ ആചാർ എന്താ ആചാറും ഇന്നലെ വീട്ടിൽ സംഗതി ഇവിടെ പറഞ്ഞ്. പിന്നെ അയാളോട് തന്നെ ഇടപാടുണ്ട്. അപ്പൊ ആലാത്തിന്റെ വാസ്യതയില്ല. വലാബി തദഖുലി അസ്ബാബിൻ, ആദിയായ അസ്ബാബുകൾ അതിലെന്താക്കില്ല, ഇടപെട്ടിട്ടില്ല. ഔ ദലാലത്തുൻ അലാമാത്തുൻ ഉർഫിയ, ഉർഫിയ ചില അലാമാത്തിന്റെ ദലാലത്തുമില്ല. കാർമേം കാണുമ്പോൾ ഇന്ന് വൈദ്യുതി എന്ന് പറയുന്നത് വൈബ. ബൽ ബി മുജറദ് ഇൻബാഇൽ ഗൈബിൽ ഇലാഹി, ഇലാഹിയായ ഗൈബ് അറിയിക്കലും മാത്രം. അപ്പൊ ഇപ്പോഴൊന്ന് മനസ്സിലായി ഉലമ അന്ന ഇൽമ തൻജീം, ഈ നുജൂമിന്റെ ഹലുകാർ നോക്കിയിട്ട് പറയുന്ന ഇൽമും ഇൽമൽ ഫലക്ക്, ഫലക്കിന്റെ ഇൽമിൽ നിന്ന് ചൂട് വർദ്ധിക്കുന്നു തണുപ്പ് വർദ്ധിക്കും എന്നൊക്കെ പറയില്ലേ. വൈൽമൽ ഇർസാദാത്തിൽ ജബ്ബിയ, ആകാശലോകം വല്ലോ സ്കോപ്പെല്ലാം വെച്ചിട്ട് പരിശോധിക്കുന്നില്ലേ. അങ്ങനെ കുറെ ഉലൂമുണ്ട്. അല്ലത്തി തുസ്തൻജദു മിൻഹാ ബഅദുൽ മഅലൂമാത്തിൽ ഖഫിയ്യ, മറ്റുള്ള ആളുകൾക്ക് പിടുത്തം കിട്ടാത്ത മാലൂമാത്തിന് എന്താ അതിൽ നിന്ന് എത്തിച്ചേറ്റ് പറഞ്ഞു, അത് പിഴക്കുകയും ചെയ്യും. ഫഇന്നഹാ മനൂതത്തുൻ ബി ഉസൂലിൻ ഇൽമിയ്യത്തിൻ, ഇൽമുമായി തമ്മിൽ ചില ഉസൂലുമായി ബന്ധപ്പെട്ടതാണ്. വമബനിയത്തുൻ അലാ ഖവാഇദ വളവാബിത ഉർഫിയത്തിൻ ആദിയ, ചില കായിദകളും ലബത്തിന്റെ മുകളിൽ എടുക്കപ്പെട്ടതാണ്. ഇന്ന് മാസം കാണൂല, മാസം കാണൂല. എന്നിട്ടാക്കും ഈ ഖഫിയായ നതായിജിനെ അതുണ്ടാക്കും, പ്രദാനം ചെയ്യും. അത് ഫലാ യുഖാലു ഇന്നഹാ മിൻ ബാബിൽ ഇൽമി ബിൽ മുഗയ്യബാത്ത്, മുഗയ്യബാത്ത് കൊണ്ട് അറിഞ്ഞ ബാബിലേ അല്ല അസ്ലൻ. അപ്പൊ എന്താണ് ഫലാ യുഖാലുലേക്കാണ് അസ്ലൻ. ഇത് അന്ന ഇൽമൽ ഗൈബി, ഇൽമുൽ ഗൈബാകണമെങ്കിൽ ശർതു അൻ യകൂന മുജറദൻ അനിൽ മവാദി വൽ മസായിത്തിൽ കൗനിയ്യ, ഈ മാസിത്തകളോ അസ്ബാബുൻ ആദിയത്തോ അലാമാത്തോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നിബന്ധനയാണ്. കമാ നബ്ബഹ അലാ ദാലിക്കൽ മുഹഖിഖൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ലാ യുഖാലു ലിത്തബീബില്ലദീ യതഅറഫു മിൻ മിഖ്യാസിൻ നബ്ലി, നബ്ലി ഏതാ നാടിമിടിപ്പ്. ഇന്ന് നാടിമിടിപ്പ് ഇന്ന് അറിയുമെന്ന് തന്നെ അറിഞ്ഞില്ല. പണ്ട് കുഞ്ഞമ്മൂട്ട കാലത്തുണ്ടെങ്കിലും വിളിച്ചിട്ട് അന്നേരം പറഞ്ഞു എക്സ്റേ വേണ്ട, മറ്റേ സ്കാനിങ് വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഈ നാടി പിടിച്ച പാടം കൊണ്ട് പറയും. എന്നത് അറിയുമെന്ന് അള്ളാഹ്ക്കറിയാം. നമ്മൾ നാടി കൊടുക്കും. അല്ല കുവ്വത്തിൽ കൽബി, കൽബിന് ശക്തിയുണ്ടോ ളഅഫിഹി, അല്ല കൽബിന് ളഅഫുണ്ടോ എന്നെന്താക്കും, നാടി പിടിച്ചിട്ട് പറയും. വല്ലത് യതഅറഫു ബിഹസ്ജിൽ മരീൽ, മരീലിനെ എന്താക്കും തൊട്ടിട്ട് പരിശോധിക്കുന്നില്ലേ. അതുപോലെ ഫഹസ്ഹി തിബ്ബി, തിബ്ബിയായ ചില ചെക്കപ്പ് അലാ മർദിഹിൽ ഖഫിയ്യ, ഖഫിയായ മർദിന്റെ മേലിൽ ലാ യുഖാലു ഇന്ന ഹാദാ മിൻ ബാബിൽ ഇൽമിൽ ഗൈബിൽ പെട്ടതല്ല, ആണെന്ന് പറയാൻ പറ്റൂല. ഇതുപോലെ കമാനൽ ആലമൽ ഫലക്കിയല്ലദി യതഅറഫു ബിൽ ഇർസാദാതി വൽ മഖായിസിൽ ജവ്വിയ, വാനലോകത്ത് ഗവേഷണം ചെയ്യാൻ വേണ്ടി കുറേ ആലാത്തുകളൊക്കെ പരിശോധനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഇല തഗയ്യുറാത്തിൽ ഹാറത്തി, ഇന്ന് ചൂട് വർദ്ധിക്കും, വൽ ബാരിദത്തി തണുപ്പ് വർദ്ധിക്കും, കാറ്റടിക്കും, വനഹമിഹ ലാ യുഖാലു ഇന്ന ദാലിക മിൻ ഇൽമിൽ ഗൈബ്,
ഇൽമുൽ ഗൈബിൽ പെട്ടതാണ് എന്ന് പറയാൻ പറ്റില്ല. ثم إن قوله تعالى عالم الغيب فلا يظهر على غيبه أحدا إلا من ارتضى من رسول എന്ന് പറഞ്ഞത് هذا لا ينافي قوله അല്ലാഹുവിന്റെ ഖൗലിന് എതിരല്ല. ഏത് ഖൗലിന്? قل لا أقول لكم عندي خزائن الله ولا أعلم الغيب. എത്രയോ അമ്പയാക്കൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഖസാന മുഴുവൻ എനിക്ക് എൻ്റെ കയ്യിലാണ് എന്ന് ഞാൻ പറയുന്നില്ല, അതുപോലെ ഗൈബ് അറിയുകയും ചെയ്യില്ല എന്നും പറഞ്ഞു. അവിടെ അന്നൽ മൻഫിയ ഫീ ഹാദിഹിൽ ആയ, ഏത് ഈ ആയത്തിൽ മൻഫിയതാണ് ഇൽമുൽ ഗൈബിൽ മുത്തലഖിൽ മുഹീത്ത് ബികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെ കുറിച്ചും ആഴത്തിലും അതിൻ്റെ ഒരു വശം ഒഴിവാക്കാതെയുള്ള മുത്തലഖായ ഇൽമുൽ ഗൈബാണ് നഫി ചെയ്തത്. അള്ളാഹ് അറിയിച്ചു എന്നത് അറിയില്ല എന്നല്ല. والمعنى لا أقول لكم إني أعلم الغيب المطلق المحيط بكل شيء كليا وجزئيا ഇതെല്ലാം അറിയും. وإن ذلك لله تعالى وحده, അത് അള്ളാഹുവിൻ്റെ അധികാരമാണ്. ومثل ذلك ما أخبر به الله عن نوح على نبينا وعليه الصلاة والسلام ولا أقول لكم عندي خزائن الله ولا أعلم الغيب. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞാൽ ഒരർത്ഥം. അവിൽ മുറാദു, അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥം ഇന്നി ലാ അലമുൽ ഗൈബ ഇല്ലാ യുഅല്ലിമനി അല്ലാഹു തആല, അല്ലാഹു തആല അറിയിച്ചു എന്ന ഗൈബല്ലാണ്ട് അറിയൂല. അറിയിച്ചു എന്നത് അറിയില്ലെന്ന് അറിയണ്ടി അതും ചോദിക്കും, അള്ളാഹ് അറിയിച്ചെന്നാ നമ്മ അറിയൂലേ? അറിയൂ. അല്ലാഹു തആല മൂടി വെച്ചാലോ നമ്മൾ അറിയില്ല, ഓർവ് അറിയില്ല. അപ്പം നമ്മും മുർസലും എന്താ വ്യത്യാസം എന്നാ പിന്നെ ചോദിക്കുന്നു. നമ്മളെ ചോദ്യം അറിയിച്ചാൽ അറിയുമോ, അറിയിച്ചിട്ടില്ലെങ്കിൽ അറിയില്ല എന്നല്ല ചർച്ചാ വിഷയം. അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച മൗലൂൽ കലാമ മാറല്ല. കുറച്ചങ്ങോട്ടെത്തുമ്പോൾ ഈ അട്ടിമറിച്ചിട്ടുണ്ടാവും പറയുന്നു. പെണ്ണുങ്ങൾക്ക് പബ്ലിക് ജമാഅത്തിൽ പങ്കെടുക്കലും ഷറഅല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമ്പോഴേക്കും ഹദീസ് എടുത്തുകൊണ്ടോ, അതിന് ഹദീസിൽ പോയിട്ടുണ്ടോ പോയിട്ടില്ല ചരിത്രം എന്നോട് പറയുന്നു. പോയതിൽ നിന്ന് പോകണമെന്ന് അമ്രോ നെയ്യോ കിട്ടുമോ നമ്മൾ നോക്കുന്നു. ചർച്ചാ വിഷയം എവിടെ കിടക്കുന്നു? സയ്യിദിന് അല്ലാഹു തആല ഒന്ന് അറിയിച്ചു കൊടുത്താൽ അറിയും, കൊടുത്തിട്ടില്ലെങ്കിൽ അറിയൂല എന്നതല്ല ചർച്ചാ വിഷയം. അത് സയ്യിദും അമ്രും നബിമാരും എല്ലാം കണക്കാം. നമ്മളെ ചർച്ച ഗൈബിയായ അറിവ് അറിയിച്ചു കൊടുക്കാനുള്ള പക്വതയും അതിനുള്ള ബുദ്ധിസാമർഥ്യവും അതിനുള്ള സഫാവുൽ ഖൽബും യോഗ്യതയും ഇസ്തിദാദും അമ്പിയാക്കൾക്കുണ്ടോ ഇല്ലയോ എന്നാണ്. അവരായിട്ട് മാറ്റം അവിടെ കിടക്കുന്നു. നമ്മൾക്ക് അവിടെ മാറ്റം കിടക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നു. ഈ ആദ്യം പറഞ്ഞ തത്വത്തിൽ എല്ലാവരും കണക്കാണ്. അള്ളാഹ് മൗജൂദാക്കിയെങ്കിൽ മൗജൂദാകും, അള്ളാഹ് മഅദൂമാക്കിയ മഅദൂമാകും. അറിയിച്ചു കൊടുത്തിട്ടും അറിയില്ല എന്നാണ് അള്ളാഹ് തോറ്റുന്ന അർത്ഥം. അത് സംസാരിച്ചുകൊണ്ടൊക്കെ മൗലൂഅ് മാറും. അപ്പം വഴി തെറ്റിയിട്ടുണ്ടെന്ന് എന്താക്കുന്നറിയോ, റെയിൽവേ ക്രോസിംഗ് ഉണ്ടാവും, ഇങ്ങനെ ജോയിൻ്റ് ആക്കി നിന്ന് നോക്കുമ്പോൾ വണ്ടി ഉണ്ടാവും അപ്പത്തെ ട്രാക്കിൽ. ഈ അതാ ഇല്ലാ യുഅല്ലിമനില്ല വയുത്ലിയനി അലാ മാ ശാമിൽ ഗൈബ് കമാ വഅന്ന ഖൗലഹു തആല ആലിമുൽ ഗൈബി ഫലാ യുളിറു അലാ ഗൈബിഹി ഹദ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അന്നും ചോദിക്കും, റസൂൽ നേടെ പറഞ്ഞിട്ടുള്ളൂ ഔലിയാക്കന്മാർ ഗൈബ് അറിയില്ല എന്ന് റൂട്ട് മാറ്റും അല്ലേ? ആയത്തിൽ റസൂലല്ലേ? അതില്ല യൻഫിയൻ ഔലിയാ ഇല്ലാഹി തആല, ഔലിയാക്കൾക്ക് ഇൽമുൽ ഗൈബ് ഇല്ല എന്ന് അവിടെ വരില്ല. റസൂലിന്റെ മാത്രം പറഞ്ഞിട്ടുണ്ടോ? ഇത്തിലാഉഹും അലാ ബഅദുൽ മുഗയ്യബാത്തി, ബഅദുൽ മുഗയ്യബാത്തിൻ ഔലിയാക്കൾക്ക് അറിയുന്നുണ്ട് എന്നതിനെതിരല്ല. വദാലിക എന്തുണ്ട്? ലിഅന്ന ഇൻ ഉരീദ ബിർ റസൂലി, റസൂൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടു വടഫിൽ ആയത്തിൽ കരീമത്തിൽ ഇതിൽ മിർ റസൂലിൻ ആ റസൂൽ ബശരിയും ബശരിയ റസൂൽ ഉദ്ദേശിക്കുന്നത് കമാലിഹിൽ ജംഹൂർ, അങ്ങനെയാണ് ഭൂരിപക്ഷം തഫ്സീർ. അപ്പൊ ഔലിയാക്കൾ ഇത്തല ആകുന്നതാൽ ആ ബഅദുൽ മുഗയ്യബാത്തിന്റെ മേലെ ഇന്നമാ ഹസന ലഹും, അവർക്ക് കിട്ടിയത് ബിത്തിബാഇ റസൂലി, അറിഞ്ഞ റസൂൽ വിഭജിച്ചത് ഓരോ വാരിസ്യങ്ങളും
ആ നബിയുടെ വാസിത്തയിൽ എന്താക്കും? ഔലിയാക്കൾ മുക്കറമീങ്ങളായി. വഹീനേത് യകൂന ദാലിക ദാഖിലൻ ഫിൽ കറാമാത്ത്. അപ്പോൾ അവർക്ക് മുഅ്ജിസത്ത്, ഇവർക്ക് കറാമാത്ത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളെ വെക്കുന്ന കാണുന്നില്ല. നമ്മൾ എത്രയോ കണ്ട് സാക്ഷ്യം വഹിച്ചല്ലേ, 1, 2, 3 ചില പഴയ ആളെന്ന് പറയുമ്പോൾ വലിയ ഉണ്ടായിട്ടെന്നൊക്കെ വന്നിട്ടു. ഇന്ന് ജീവിച്ചിരിക്കുന്നതാണ്. നാളെ ഒരു വയനാട്ടുകാരൻ്റെ വണ്ടിയിൽ ഞാൻ ബൈക്ക് പൊട്ടപ്പോൾ ഒരാൾ കയറ്റിയിട്ട് എന്നെ പള്ളിക്കോട്ട് കോളേജിൽ നിൽക്കുന്നു. മൂപ്പർ മടവൂർ ഷേഖിന് വലിയ ബന്ധപ്പെട്ട ആളാണ്. മൂപ്പർ ഹയാത്തുകാൽ തന്നെ. മൂപ്പർ ഉസ്താദേ ഒരു യോഗത്തിൽ പങ്കെടുത്തിന് വിടും. ഷെയ്ഖ് ഇറങ്ങിപ്പോയിട്ട് വയനാട്ടിൽ നിന്ന് വരുന്ന ബലവും കയറ്റിയിട്ട് വരുന്ന ലോറി കയ്യാട്ടി നിർത്തുന്നു. നിർത്തിച്ച് ഇറങ്ങിച്ച് നോക്കുമ്പോൾ എന്താ സംഭവം? ഈ മരത്തിന് തൊള്ളുണ്ട്. ഈ മരത്തിന് ഉള്ളുണ്ടാവില്ല. അത് ഭീകരനായ ഒരു പാമ്പ് അവിടെ കിടക്കുന്നുണ്ട്. ഇതിന് പുറത്ത് പോകാൻ കഴിയാണ്ട് ഡ്രൈവറെ ബേക്കിലുണ്ടാവില്ല. ബേക്ക് നോക്കാൻ വേണ്ടി ഒരു കിളിവാതിൽ അതിൽ കൂടി ഇറങ്ങിയിട്ട് സീറ്റിലേക്ക് വരാൻ നോക്കിയത്. അല്പസമയം കഴിഞ്ഞ് വരാൻ അവനെ മടിയിലേക്ക് പാമ്പിറങ്ങും, അവനെ കടിക്കും, എന്തൊക്കെയോ സംഭവിക്കും. ഇതെന്താ അറിയുന്നത്? കടത്തി. അപ്പൊ റസൂൽ എന്ന് പറഞ്ഞാൽ അവരുടെ താപയായ ഔലിയാക്കൾ കിട്ടി. വകുല്ലു കറാമത്തിൻ വലിയൻ ഫഹിയ മുഅ്ജിസത്തുൻ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയനുണ്ടാകുന്ന കറാമത്ത് അവരെ ഇത്തിബായിന്റെയും തങ്ങളെ മഹബത്ത് വെച്ചതിന്റെയും തഅദീമാക്കിയതിന്റെയും അദബിന്റെയും കാരണത്താൽ എന്താക്കി? അവർക്ക് ഈദുസ്തായിട്ട് അല്ലാഹു തആല കൊടുക്കുന്നതാണ് മുഅ്ജിസത്താണ്. ആ റസൂലിനെ പിൻപറ്റുകൊണ്ട് ഇത്തിബാണ്ട് കിട്ടിയതാണ്. സലവാത്തുല്ലാഹി തആല അലാ നബിയിന വഅലൽ അംബിയാ വൽ മുർസലീൻ വഅലിയാഇൽ കിറാം. ഇനി വഇൻ ഉരീദ ബിർ റസൂൽ, റസൂൽ കൊണ്ട് ഉദ്ദേശിക്കാം അർ റസൂൽ അൽ മലക്കി, മലക്കിയായ റസൂൽ. കമാ ഖാലഹു ബഅദു ജംഹൂറിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു. ഫഹുവ യൻസിലു ബിൽ വഹയ്യിൻ നബവി അലൽ അംബിയാ, അംബിയാക്കളുടെ മേലിൽ നബവിയായ വഹയ്യ് കൊണ്ട് ഇറങ്ങും. വയൻസിലു ബിൽ ഇൽഹാമി സാദിഖ അലാ ഖുലൂബിൽ ഔലിയാ, ഔലിയാക്കളെ കൽബിൽ ഇൽഹാം കൊണ്ടുവരണം. അത് ഹയ്യൻ കഴിഞ്ഞ ചോദ്യമല്ലേ, അജായിബുൽ കൽബിൽ. വയുൽഖി ഇലൈഹിം വയുഹദ്ദിസുഹും. അല്ല, എൻ്റെ ഉമ്മത്തിൽ ചില മുഹദ്ദസീങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം വഖൈഫ യജൂസു ഇൻകാറു ഇത്തിലാഇൽ ഔലിയാഇ അലാ ബഅദിൽ മുഗയ്യബാത്ത്, ചില മുഗയ്യബാത്തിന്റെ മേലെ ഔലിയാക്കൾക്ക് ഇത്തിലാ ഉണ്ട് എന്ന് എങ്ങനെ ഇൻകാറാക്കും? വഖദ് സബത ദാലിക ഫിൽ അഹാദീസ് സഹീഹ. മുമ്പ് ഓതിയല്ലോ യാസാരി അൽ ജബൽ പറഞ്ഞതു. പിന്നെ ഉസ്മാൻ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കയറിയപ്പോൾ അത് കഴിഞ്ഞ് പറയുന്നുണ്ട്. ومن ذلك ما ورد في الصحيحين وغيرهما واللفظ للبخاري عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم لقد كان فيما قبلكم محدثون. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ തലമുറയിൽ മുഹദ്ദസീങ്ങളായ ചില ആളുണ്ടായിരുന്നു. മുഹദ്ദസ് എന്ന് ഹദീസ് അറിയിക്കപ്പെടുന്നവർ. ഫൈനക്കും ഫീ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫൈനഹു ഉമർ, അത് ഉമറാണ് എന്നും പറഞ്ഞു. അപ്പൊ സംശയം രേഖപ്പെടുത്തിയുണ്ടെങ്കിൽ അല്ലേ, അത് രോഗമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. ക്ഷീണമുള്ളവരകടിഞ്ചു പൊട്ടിനും ചോര തന്നെ കൊതുകുഞ്ഞു കൗതുകം എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ആ ഇഷ്കാൽ പറഞ്ഞെന്താണ്? വറബൽ ബുഖാരി അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് കാന ഫീമൻ ഖബലക്കും മൻ ബനി ഇസ്രായീൽ. അപ്പം മുമ്പ് കഴിഞ്ഞത് ബനു ഇസ്രായീൽ എന്ന് മനസ്സിലായി. എന്താ യുക്കല്ലമൂന, അവർക്ക് സംസാരം അറിയിക്കപ്പെടുന്ന. അതാണ് ഹിക്കമിൽ പറഞ്ഞില്ലേ മൻസിലത്തുൽ മുഹാദസത്ത്. ഹിക്കമിന്റെ ലാസ്റ്റ് ഉണ്ട് സയ്യിദ് പറഞ്ഞിട്ടില്ല. മുകാലമത്ത്, മുഹാദസത്ത്, മുആയനത്ത് എന്ന് പറഞ്ഞിട്ട് മിൻ ഗൈരി അൻ യകൂനു അംബിയാ, അംബിയാക്കൾ അല്ലതാനും. ഫഇൻ യകുൻ മിൻ ഉമ്മത്തി അഹദൻ, എൻ്റെ ഉമ്മത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിൻ ഫഉമർ, ഉമറാകുന്നു അല്ലേ. അപ്പോൾ ഉണ്ടെങ്കിൽ, അപ്പോൾ ഉണ്ടോ ഇല്ലയോ സംശയം രേഖപ്പെടുത്തി. ഖാല ഫീ ഫത്ഹിൽ ബാരി വൽ മുഹദ്ദസ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഹുവ മൻ ഉൽഖിയ ഫീ റൂഹിഹി ശൈഉൻ മിൻ ഖിബലിൽ മലഇൽ അഅല, ഉന്നതമായ ആലമിൽ നിന്ന്
ഭാഗത്തിൽ നിന്ന് ഓരോ കൽബിലേക്ക് ഇടപെടുന്നത്. അപ്പോൾ എപ്പോഴും കല്ലവി ഹദ്ദസഹു ഗൈറുഹു ബിഹി, അപ്പം വേറൊരാളെ വാർത്ത പറഞ്ഞു കൊടുത്ത മാതിരി ഹഖീഖത്തും കലാമില്ല. അതുകൊണ്ടാണ് മുഹദ്ദസ് എന്ന് പറഞ്ഞത്. വഖീല മുഖല്ലമുൻ എന്ന് തുകല്ലിമുഹുൽ മലായികത്തു ബിഗൈരി നുബുവത്തിൻ, നുബുവത്തില്ലാത്ത അവസ്ഥയിൽ എന്താക്കും, മലായികത്തോട് സംസാരിക്കും. ഈസാ നബി മറിയം ബീബിനോട് പറഞ്ഞല്ലേ, ഇത് കാലത്തിൽ മലായികത്തു യാ മറിയം കുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ റാക്കിഈൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. وهذا ورد من حديث أبي سعيد مرفوعا അറിയാലോ. ولفظه قيل يا رسول الله كيف يحدثون, അതിന്റെ കൈഫിയത്ത് ചോദിച്ചിട്ടുണ്ട്. فقال تتكلم الملائكة على لسانه, മലായികത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈനകും മിൻ ഉമ്മത്തി അഹ്ലു ഫൈനഹു ഉമർ എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉമറാക്കാം. അപ്പൊ സംശയമല്ലേ. ലം യരിദ് മൗരിദ തറദ്ദുദി, തറദ്ദുദിന് വേണ്ടി പറഞ്ഞതില്ല, കലാമിന് ചില വായനയുണ്ട്. ബൽ ഹാദാ മിൻ ബാബി തഅക്കീദിന്റെ വായനക്കാം. അതാ രണ്ടൊന്നും അതിന് രണ്ടർത്ഥം കൊടുത്തത്. ഒന്ന് കൽബിൽ ഇട്ട് കൊടുത്ത് ആ മുക്കല്ലമു എന്ന് പറഞ്ഞത് ഒരാൾ സംസാരിച്ച് അറിയിച്ചു കൊടുത്ത പോലെ ഉണ്ടാവും, ആളെ കാണുന്നില്ല. തറദ്ദുദല്ല തഅക്കീദാണ്. വല്ലാണ്ട് ആക്രമിക്കുന്ന ആള് എന്നർത്ഥം വെച്ച്, അപ്പൊ കുറച്ചെല്ലാം അക്രമം ഉണ്ടാവുമെന്ന് വരും. അപ്പൊ നല്ലാമിന് അർത്ഥം പറ്റുന്ന തെറ്റി. നല്ലാം നുൽമിനെ കൊള്ള മൻസൂബാണ്. തമ്മാറ് എന്ന് പറഞ്ഞാൽ കാരക്ക കച്ചവടക്കാരൻ അർത്ഥം, ഭയങ്കര കാരക്ക എന്നർത്ഥം. ജയ്ത്തിന്റെ കച്ചവടക്കാരൻ മൻസൂബില്ല ജയ്ത്തി. അപ്പൊ നുൽമിനെ കൊള്ള മൻസൂബല്ല. അപ്പൊ നുൽമ് എന്നുള്ള അതിനെ കൊള്ള ചേർക്കാനേ പാടില്ല എന്ന് അർത്ഥം കിട്ടി. അത് കമാ യഖൂലു റജുൽ ഇന്നകുല്ലി സദീഖുൻ ഫഇന്നഹു ഫുലാൻ എന്ന് പറഞ്ഞു. എനിക്കൊരു ചങ്ങായി ഉണ്ടെങ്കിൽ വിനയേ ഉള്ളൂ എന്നുവെച്ചാൽ ചങ്ങായി പാടിൽ ഒരു ഏകനായ വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു. ഇതിനാണ്ട് ഉണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, ഇയാൾക്ക് ചങ്ങായി ഇല്ല എന്നല്ല. യുരീദു ഇഖ്തിസാസഹു ബികമാലി സദാഖത്തി, സദാഖത്ത് കൊണ്ട് പൂർണ്ണമായി തോന്നി വലിയ ലാ നഫീൽ അസ്തിഖായി അൻഹു. വലിദാ വറദ ഫി തിർമിദി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ തആല ജഅലൽ ഹഖ അലാ ലിസാനി ഉമർ വ ഖൽബിഹി. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലും കൽബിലും അല്ലാഹു തആല ഹഖിനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് മുഹദ്ദിസ് പറഞ്ഞതിന്റെ വ്യാഖ്യാനം. ഫഹാദിഹിൽ അഹാദീസു സരീഹത്തുൻ ഫീ ഇസ്ബാത്തിൽ ഇൽഹാം, ഇൽഹാം സുബൂത്താക്കാനുള്ള വ്യക്തമാണ്. അത് ഹയ്യലി അജായിബുൽ ഖൽബിൽ സംഭവം പറഞ്ഞു. വദ്ദഹദ്ദുസി അനിൽ മുഗയ്യബാത്ത്, മുഗയ്യബാത്തിനെ തൊട്ട് ഒരു പറയലുണ്ട്. വഫീ സുനനി തിർമിദി വഅൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖൂ ഫറാസത്തുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ഫർസലുണ്ടല്ലോ, ലക്ഷ്യം പറയുന്നു, വളരെ സൂക്ഷിക്കേണ്ടത്. എന്തുകൊണ്ട്? ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അല്ലാഹു കൊടുത്ത ഒരു നൂറ് കൊണ്ടാണ് നോക്കുന്നത്. അപ്പൊ നമ്മളെ കാണാത്ത നൂറ് കണ്ടിട്ടുണ്ടാവും. ثم قرأ إن في ذلك لآيات للمتوسمين. വസ്മ എന്ന് പറഞ്ഞാൽ ആ വസ്മിൽ നിന്ന് മാന ശേഖരിക്കുന്ന തവസ്സമ, അതിന്റെ ഇസ്മു ഫായിലാണ് ഇത് മുതവസ്സിമീൻ. وروى ابن جرير عن ثوبان رضي الله عنه مرفوعا احذروا فراسة المؤمن, മുഅ്മിനിന്റെ ഫറാസത്ത് സൂക്ഷിക്കണേ. فإنه ينظر بنور الله وبتوفيق الله. സൂക്ഷിക്കുന്ന ഓരോ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പറഞ്ഞു പോകുന്ന അവിടെ, അതായത് ഓരോ മുമ്പിൽ അതപകേട് കാണിച്ചാൽ എന്താകും, ആ കാണിക്കലിൽ നിന്ന് ഓരോന്തെങ്കിലും ലക്ഷണം പിടിച്ചെടുക്കും. ആ പറഞ്ഞാൽ അതുപോലെ പോലും അവിടെ വളരെ അതപം വളരെ അച്ചടക്കവും പാടിക്കേണ്ട പോലെ പാടിച്ചിട്ട് ഇത്തരമൊന്നും പറയാണ്ട് അവിടെ ഇങ്ങനെ കൂടിക്കൊള്ളുകയാണ്. അതിനെ തുടർന്നിട്ട് എന്താകും, ഒരു പറഞ്ഞെങ്കിൽ ഇവരും നടക്കും കുറ്റം കിട്ടും. അപ്പം ആ കുറ്റക്കടന ഉണ്ടാവും. പണ്ട് കൊടലൊരുത്തങ്ങൾ പറഞ്ഞില്ലേ, ഓരോ ലക്ഷണത്തിൽ നോക്കുമ്പോൾ പിന്നീട് എന്താക്കി ഒരു പെണ്ണിനെ മോഹിച്ചിട്ട് അപ്പുറത്തേക്ക് പോയി. അപ്പൊ അവരുടെ മുമ്പിൽ പ്രകടമാകുന്ന സൂലതമൊന്നും വരാൻ പാടില്ല. وروى البزار عن انس رضي الله عنه ان النبي صلى الله عليه وسلم قال ان لله عبادا يعرفون الناس بالتوسم. അടയാളങ്ങളും ലക്ഷണങ്ങളെ കൊണ്ടെന്താകും, ജനങ്ങളെ അവർ മനസ്സിലാക്കി കളയും.
അങ്ങനെയുള്ള ഇബാദുണ്ട്. ومن ذلك قصة عثمان بن عفان رضي الله عنه قصة لما دخل عليه الرجل ഒരു റജുല് കടന്നു വന്ന് വഖദ് നളറ ഇലംറാത്തിൻ അജ്നബിയായ പെണ്ണുങ്ങൾ നോക്കിയാളാം. ഫഖാല ഉസ്മാൻ പറഞ്ഞു യദ്ഖുലു അലൈ അഹദുക്കും അലൈനാ, നിങ്ങളിൽ നിന്ന് കൊച്ചാൾ നമ്മളെത്തി കയറി വരും. അതിന് ഹസറുസിന, കണ്ണിൽ ഹസറുസിന കാണുന്നുണ്ടെന്ന്, അത് ഹയ്യയിൽ പങ്കുണ്ട്. ഫഖാല റജുല് പറഞ്ഞ് ആ വഹ്യുൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് ശേഷം വഹ്യ് ഉണ്ടാവുക യാ അമീറൽ മുഅ്മിനീൻ. ഫഖാല ലഹു, വഹയ്യില്ല, വലാകിൻ ഫറാസത്തു മുഅ്മിൻ സാദിഖത്തുൻ, ഒരു മുഅ്മിനിന്റെ സാദിഖത്തായ ഫറാസത്ത് കൊണ്ട് പറഞ്ഞതാണെന്നാണ് ഫറാസത്ത്. അതാണ് അന്ന് നമ്മുടെ വാഴമാതമൽ അസ്മാൻ്റെ അവിടെ തഫ്സീർ താസീന്ദാർ പറഞ്ഞത്. താലീമ് പല തരത്തിലുണ്ട്. ഒന്ന് സാധാരണ ആദി, അതായത് അറിയുന്ന ആളെ അറിയാത്താക്ക് എന്താക്കുക, അതിൻ്റെ മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കുക. മദ്രസയിൽ സ്കൂളിൽ LKG മുതൽ ഡിഗ്രി വരെ എല്ലാം പഠിപ്പിക്കും ആയിനാണ്. മറ്റൊന്ന് മലായിക്കത്ത് വന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മറ്റൊന്നെന്താണ് കൽബിൽ ഇൽഹാമായിട്ട് കൊടുക്കുന്നത്. മറ്റൊന്നോ ഫിറാസത്ത്. അപ്പോൾ ഫിറാസത്ത് രണ്ടുണ്ട്. പഠിച്ചുണ്ടാക്കാവുന്നത് കൊണ്ട്, പിന്നെ പഠിക്കാത്ത കണ്ട് ഇവൻ്റെ കൽബിൻ്റെ കമാല് കൊണ്ട് കിട്ടുന്നതുണ്ട്. അതിന് ഇതിൽ എത്തിയാറില്ല. ഉണ്ടാക്കുന്നതിന് ചില ഉസൂലും ഖവായിദുണ്ടാവും. തഫ്സീർ ആസിമൊക്കെ നമ്മൾ ഇവിടുന്ന് ഓതിയല്ല ഇതിന് നിങ്ങളൊക്കെ ഇനി ബദൈലുർ റാബിയ പറയേണ്ടത്.